ഈ സഭയിലെ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികൾ, എൻ്റെ കൂടെ വന്ന ബഥേൽ മിഷൻ സഭയുടെ വെസ്റ്റ് ആൻഡ് ഈ ഭാഗത്തുള്ള സെക്ഷൻ്റെ നേതൃത്വത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട പാസ്റ്റർ നിശ്ചയദാസ് അവരുടെ മകൻ റിച്ചു, ഗാനങ്ങൾ പാടിയവർ, ബാൻഡ് അടിച്ചവർ, എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെയും നന്ദിയും സ്വാഗതം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്തർ നിങ്ങളെ ആശീർവദിപ്പാറാകെ. ഹല്ലേലൂയ. ഞാൻ ആയിരിക്കുന്ന സഭ മാർത്താണ്ഡമാണ്, അവിടെ തന്നെയാണ്. പക്ഷെ ഞാൻ മലയാളത്തിലാണ് പറയുന്നത്, അവർക്ക് മനസ്സിലാക്കും. അതുകൊണ്ട് ഞാൻ മലയാളത്തിലാണ് സംസാരിക്കുന്നത്. എനിക്ക് പക്ഷേ പാസ്റ്റർ പറഞ്ഞതുപോലെ എനിക്ക് മനസ്സിലാവും, പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പറയും പക്ഷേ തെറ്റാറുണ്ട്. അതുകൊണ്ട് മലയാളത്തിൽ തന്നെ പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ഉപവാസ പ്രാർത്ഥനയുടെ 10ാമത്തെ ദിവസം നിങ്ങളോടൊപ്പമായിരിക്കാം. ദൈവം ചെയ്ത വലിയ കൃപയോർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇതുപോലുള്ള ആരാധനകൾ ഇപ്പോൾ സാധാരണ ആരാധനാലയങ്ങളിൽ നടക്കാറില്ല. കാരണം 10 ദിവസവും 21 ദിവസവും 30 ദിവസമുള്ള പ്രാർത്ഥനകൾ അനേക ആരാധനാലയങ്ങളിൽ നിന്നും മാറിക്കൊണ്ടിരിക്കുമ്പോൾ, അനേക ആരാധനാലയങ്ങളിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ, അനേകർക്ക് വന്നിരിക്കാൻ സമയമില്ലാതിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവം നിങ്ങൾക്ക് ഒരുക്കി തന്ന വലിയ അവസരത്തിനാണ് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എന്താ ഞാൻ ഇതിന് പറഞ്ഞതിന് കാരണം അറിയാമോ? കർത്താവിന്റെ വരവേറ്റവും ആസന്നമായി. ഹല്ലേലൂയ. കാത്തിരിക്കുന്ന ജനത്തെ സ്വീകരിക്കുവാൻ, കാത്തിരിക്കുന്ന വിശുദ്ധരെ സ്വീകരിക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നത് കൊണ്ട് ഇതുപോലുള്ള ഒരു ആരാധനയും മിസ് ചെയ്യരുത്. ഹല്ലേലൂയ. ഇതുപോലുള്ള ഒരു ആരാധനയിലും നിങ്ങൾ ഭവനത്തിൽ ഇരിക്കരുത്. ഹല്ലേലൂയ. എല്ലാ ആരാധനയിലും വന്ന് പങ്കെടുത്ത് ആത്മശക്തി പ്രാപിക്കുവാൻ. ഹല്ലേലൂയ. കഴിയുന്നെങ്കിൽ ദൈവത്തോട് ചേർന്നിരുന്ന്, ദൈവ സാന്നിധ്യത്തോട് ചേർന്നിരുന്ന്, സഭയോട് ചേർന്നിരുന്ന് ആത്മീക നന്മകൾ പ്രാപിക്കുവാൻ, ഭൗതിക നന്മകൾക്ക് വേണ്ടി മാത്രമല്ല, ഈ ലോകത്തിന്റെ ചില നന്മകൾക്ക് വേണ്ടി മാത്രമല്ല, ആത്മീക നന്മകൾ കൂടെ പ്രാപിച്ചെടുക്കുവാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇടയാക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വാക്യം നിന്ന് ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് വായിക്കാം. യോശുവ എഴുതിയ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം ഒരു വാക്യമായി നമുക്ക് വായിക്കാം. യോശുവ എഴുതിയ പുസ്തകം ചാപ്റ്റർ 1 വേഴ്സ് 5. മതി, ഒരു നിമിഷം നമ്മുടെ കണ്ണുകളൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഓ, ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. എല്ലാവരും കണ്ണുകൾ വെച്ച് ഹല്ലേലൂയ. ആരും കണ്ണുകളുണ്ട്, എല്ലാവരും കണ്ണുകൾ വെച്ച് ഒരു നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ തന്നെ ആത്മാർത്ഥമായി സമർപ്പിച്ചു കൊടുക്കാറുണ്ട്. കർത്താവേ, ഇന്ന് രാത്രി ഈ പ്രോമിസ് വേർഡ് എന്നോട് സംസാരിക്കണം. ഈ വാഗ്ദത്ത നന്മ, ഈ വാഗ്ദത്ത വചനം എന്നോട് സംസാരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭവനത്തിലെ ചിന്തകൾ, ഹല്ലേലൂയ, നാളത്തെ ചിന്തകൾ, ഇന്നത്തെ ചിന്തകൾ എല്ലാം മാറ്റിവെച്ചിട്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരു നിമിഷം കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി, കർത്താവേ, ഇന്ന് രാത്രി എന്നോട് സംസാരിക്കണമേ കർത്താവേ, ഇന്ന് രാത്രി എന്നോട് സംസാരിക്കണമേ കർത്താവേ, ഈ തിരുവചനം എന്നോട് സംസാരിക്കണമേ കർത്താവേ. ഏത് ആത്മാവിനാൽ അഭിഷേകം എഴുതപ്പെട്ടുവോ അതേ ആത്മാവിനാൽ ഇന്ന് രാത്രി എന്നോട് സംസാരിക്കണമേ എന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതോ അനിതകൾ മധ്യയിൽ വാസം செய்பவரே, எங்கள் நடுவிலே வசித்திட விரும்பிடும் தெய்வமே, இதோ மனிதர்கள் மத்தியில் வாசம் செய்பவரே, எங்கள் நடுவிலே வசித்திட விரும்பிடும் தெய்வமே, உமக்கு சிங்காசனம் அமைத்திட உம்மை துதிக்கிறோம் இயேசுவே, பரிசுத்த அலங்காரத்துடனே
உம்மை தொழுகிறோம் இயேசுவே, எங்கள் மத்தியில் உலாவிடும் எங்களோடு வாசம் செய்யும். எங்கள் மத்தியில் உலாவிடும் எங்களோடு வாசம் செய்யும். கரங்களை பாடுவோம். இதோ வாசம் ஓ எங்கள் நடுவிலே வசித்திட விரும்பிடும் தெய்வமே, உமக்கு சிங்காசனம் அமைத்திட உம்மை துதிக்கிறோம் இயேசுவே. உம்மை தொழுகிறோம் இயேசுவே, எங்கள் மத்தியில் உலாவிடும் പൂർണ്ണമായി സമർപ്പിക്കുന്നതാവേ, അത് നിങ്ങളോട് സംസാരിക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കുന്ന സ്വർഗ്ഗീയ നല്ല പിതാവേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ബൈബിളിലെ വേദപുസ്തകത്തിലെ ആദ്യത്തെ 5 ഗ്രന്ഥങ്ങൾ ഉൽപ്പത്തി, പുറപ്പാട്, ആദിയാഗമം, യാത്രാഗമം, ലേവ്യരാഗമം, എണ്ണാഗമം, ഉപാഗമം, 5 പുസ്തകം. ആദ്യത്തെ 5 പുസ്തകങ്ങൾ കഴിഞ്ഞാൽ, പഞ്ചഗ്രന്ഥങ്ങൾ കഴിഞ്ഞാൽ ചരിത്ര പുസ്തകം ആരംഭിക്കുന്നത് യോശുവയിൽ നിന്നാണ്. യോശുവയുടെ പുസ്തകം മുതലാണ് ചരിത്ര പുസ്തകം. 12 പുസ്തകങ്ങൾ ചരിത്ര പുസ്തകം ആരംഭിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ യോശുവയുടെ പുസ്തകം ഒറ്റ വാക്കിൽ എന്താണ് യോശുവയുടെ പുസ്തകം? യോശുവയുടെ പുസ്തകം വായിച്ചാൽ 24 അധ്യായങ്ങളുണ്ട്. എന്താണെന്ന് ഒറ്റ വാക്കിൽ ചോദിച്ചാൽ, വാഗ്ദത്ത നാടിനെ നോക്കി ഇറങ്ങിയ ജനത്തെ വാഗ്ദത്ത നാട്ടിൽ കൊണ്ടെത്തിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, കൈവശമാക്കേണ്ട സംഭവത്തെ, നാം കൈപ്പിടിയിൽ ഒതുക്കേണ്ട സംഭവത്തെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാരംഭമേ നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നാം ഒരുങ്ങേണ്ടതും ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ലക്ഷ്യവും 21 ദിവസത്തിന്റെ 10ാമത്തെ ദിവസവും നാം ആയിരിക്കുന്ന ലക്ഷ്യം ഒന്നേ ഒന്നായിരിക്കണം. ഹല്ലേലൂയ. നമുക്കായി വാഗ്ദത്തം ചെയ്തിരിക്കുന്ന നാട്, നമുക്കായി ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കനാൻ ദേശം, നമുക്കായി ദൈവം ഒരുക്കി നൽകുന്ന സ്വർഗ്ഗരാജ്യത്തിലേക്ക് ചെല്ലുക എന്നതായിരിക്കണം ഈ പ്രാർത്ഥനയുടെ എല്ലാം ലക്ഷ്യം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഏതെങ്കിലും ചില ഭൗതിക നന്മകൾ അല്പാൽപ്പം കിട്ടിയെന്ന് വിചാരിച്ച്, ഹല്ലേലൂയ, ആ നന്മകൾക്ക് പുറകെ പോകാതെ, അതെല്ലാം പുറകെ വന്നോളൂ. ആദ്യം എന്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് അതിന് പുറകെ എല്ലാം വന്നോളും. ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങനെ ദൈവം കൽപ്പിച്ച, ദൈവം കൊടുക്കുമെന്ന് പറഞ്ഞ സ്ഥലത്തെ കൈവശമാക്കിയത് ഈ യോശുവയുടെ പുസ്തകത്തിലാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. 30 ലക്ഷം ജനത്തെയും കൊണ്ട് മോശ ഇസ്രായേലിന്റെ യാത്ര തിരിച്ച് ഇതുവരെ എത്തുന്നു. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ, മോശയ്ക്ക് പോലും അതിനകത്ത് കയറാൻ സാധിക്കാതിരിക്കുമ്പോൾ, വാഗ്ദത്ത നാട്ടിലേക്ക് കയറാൻ സാധിക്കാതിരിക്കുമ്പോൾ, ഇതാ യോശുവയും കാലേബും ചേർന്ന് ഈ മക്കളെ വാഗ്ദത്ത കനാലിൽ കൊണ്ടെത്തിക്കുന്ന സംഭവമാണ് യോശുവയുടെ പുസ്തകത്തിൽ പൂർണ്ണമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. യോശുവ എന്ന വാക്കിന്റെ അർത്ഥം, the meaning of the word ജോഷുവ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം രക്ഷകൻ ആകുന്നു എന്നാണ്. ഹല്ലേലൂയ. Lord is our Savior. ദൈവം രക്ഷകനാകുന്നു എന്നാണ് ജോഷുവ എന്ന വാക്കിന്റെ
വാക്കിന്റെ അർത്ഥം. ഹല്ലേലൂയ. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ പേര് ബൈബിളിൽ നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് വായിക്കണം. ആദ്യത്തെ പേര് ഹോശ എന്നായിരുന്നു. മോശ ഈ ഹോശയുടെ പേരിനെ ജോഷുവായി മാറ്റിയതാണ്. അങ്ങനെയാണ് ദൈവം രക്ഷകനാകുന്നു എന്ന അർത്ഥമായി മാറുന്നത്. ഹല്ലേലൂയ. ഈ യോശുവയെ പറ്റി പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആദ്യം വരുന്നൊരു വാക്യം ഉണ്ടാകും. ഏതായിരിക്കും? സൺഡേ സ്കൂൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അറിയാൻ പറ്റും. ഏതായിരിക്കും? യോശുവയെ പറ്റി പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നൊരു വാക്യം. സൺഡേ സ്കൂളിൽ ആരില്ലേ? സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ഇല്ലേ? സ്റ്റുഡൻസ് ഇല്ലേ? ആരുമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. ஜோஷுவை பற்றி சொல்லும் போது நம்ம இதயத்தில் வருகிற அந்த வார்த்தை என்ன? ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അതെങ്കിലും ഓർമ്മയുണ്ടല്ലോ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്നുള്ള ഒരു ദൃഢപ്പെട്ട ഒരു പ്ലഡ്ജ് നിറഞ്ഞൊരു വ്യക്തിയാണ് ബൈബിളിൽ യോശുവ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ വായിച്ചത് അതിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്ത വചനമാണ്. ഹല്ലേലൂയ. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്നില്ല. തമിഴിലൊന്നുകൂടെ വായിച്ചേ. ആ വാക്ക് മാത്രം ലാസ്റ്റിലത്തെ. ഞാൻ നിന്നെ വിട്ട് വിലകുവതുമില്ലേ, കൈവിടുവതുമില്ലേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥനയുടെ എത്രാമത്തെ ദിവസമായി? 10. ഹല്ലേലൂയ. 21 ദിവസം കഴിഞ്ഞാലും ഈ വചനം പറഞ്ഞു പോരും. ഞാൻ നിന്നെ വിട്ട് വിലകുവതുമില്ലേ. സന്തോഷമായിക്കണം. കാരണം ഹല്ലേലൂയ, പാസ്റ്റർ വിളിച്ച പാസ്റ്റർ കൊള്ളാം. ഇന്ന് രാത്രി നല്ലൊരു വാഗ്ദത്ത വചനമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഹല്ലേലൂയ. നല്ല വാഗ്ദത്ത വചനം പറയുന്ന പാസ്റ്ററെ വിളിച്ചതിന് പാസ്റ്റർ ഒരു നന്ദി മിക്കവാറും ഇവിടെയുള്ള എല്ലാവരും പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഹല്ലേലൂയ. ഞാൻ ഈ യോഗത്തിലേക്ക് വരുവാൻ കാരണം നിങ്ങളുടെ ബ്രാഞ്ച് സഭയുടെ പാസ്റ്ററായിരുന്ന ക്ലൈസ് എന്ന സഹോദരനാണ്. ആ സഹോദരനെ ഓർക്കുകയും സഹോദരനെ അനുഗ്രഹിക്കുമാറാകട്ടെ. പാസ്റ്റർ കണ്ടു എന്ന് പറയുന്ന ഫോട്ടോ ഞാൻ കുടുംബം ഒരു ഫാമിലിയായി ഞങ്ങളൊരു എന്താ പറയാ ഫോട്ടോ എടുക്കുന്ന സ്റ്റുഡിയോ വെച്ച് നിർത്താം. അപ്പൊ അവരെന്ത് ചെയ്യും? സ്വാഭാവികമായി എന്നെ പകരെ കാണുന്നില്ല എന്നാണ് ആളുകൾ പറയാറുള്ളത്. അത്രയും കളറാണ് ഞാൻ. അങ്ങനെ അവർ കളറൊക്കെ കൂട്ടി വെച്ച ഫോട്ടോയാണ് പാസ്റ്റർ കണ്ടത്. അതാണ് അങ്ങനെ ആയിപ്പോയത്. ആരും തിരിച്ചെടുത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നാം നിന്നെ വിട്ട് വിലകുവതുമില്ലേ, നാം നിന്നെ കൈവിടുവതുമില്ലേ. ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രോമിസ് വേർഡ് അല്ലേ? കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലേ? കേൾക്കുമ്പോൾ ഒരു തണുപ്പുണ്ടല്ലേ? ഹൃദയത്തിൽ കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലേ? കേൾക്കുമ്പോൾ ഹല്ലേലൂയ. ഇന്ന് 10ാമത്തെ ദിവസമാണ്. ഹല്ലേലൂയ. ഓരോ ദിവസവും രാവിലെ ആരാധനയ്ക്ക് വരുമ്പോൾ, ഓരോ ദിവസവും വൈകുന്നേരം ആരാധനയ്ക്ക് വരുമ്പോൾ കർത്താവേ ഇന്നോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് വന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. എത്ര പേരുണ്ട്? കർത്താവേ ഇന്നോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് വന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. നിങ്ങളോടാണ് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. രാത്രി നിങ്ങൾ വേദനിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന്, നിങ്ങൾ വേദനിക്കുന്ന രോഗവിഷയങ്ങളിൽ നിന്ന്, നിങ്ങൾ പ്രയാസപ്പെടുന്ന കടഭാരങ്ങളിൽ നിന്ന്, നിങ്ങൾ പ്രയാസപ്പെടുന്ന മക്കളുടെ ഭാര്യ വിഷയത്തെ ഓർത്ത് ഹല്ലേലൂയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവം നമ്മോടായി പറയുന്നു, ഞാൻ നിന്നെ വിട്ട് വിലകുവതുമില്ലേ, ഞാൻ നിന്നെ കൈവിടുവതുമില്ല. ഹല്ലേലൂയ. 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 ഒരു അനുഗ്രഹിക്കപ്പെട്ട വചനമാണ്. കരങ്ങളെ തട്ടിയെന്ന് റിസീവ് ചെയ്തോ. ഹല്ലേലൂയ. കരങ്ങളെ തട്ടിയെന്ന് റിസീവ് ചെയ്തോ. ഹല്ലേലൂയ. അനുഗ്രഹത്തെ റിസീവ് ചെയ്തോ. ഹല്ലേലൂയ. റിസീവ് ചെയ്തോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യോശുവയുടെ ആത്മീക പിതാവാണ് നിങ്ങൾക്കറിയാം മോശ. ഹല്ലേലൂയ. യോശുവയുടെ ആത്മീക പിതാവാണ് മോശ. ഇതേ വാക്യം കർത്താവായ ദൈവം മോശയോട് നേരിട്ട് ഇതേ വാക്യം ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് വായിച്ചേ? ഹല്ലേലൂയ. ആവർത്തന പുസ്തകം, ഉപാഗമ പുസ്തകം 31-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. ഉപാഗമ പുസ്തകം 31 അതിന്റെ 6. മതി. ഹല്ലേലൂയ. ഞാൻ നിന്നെ വിട്ട് വിലകുവതുമില്ലേ, നിന്നെ കൈവിടുവതുമില്ല. ഇത് ആരോട് പറഞ്ഞു? ദൈവം മോശയോട് പറഞ്ഞ വാക്കാണ്. ഹല്ലേലൂയ. കീഴോട്ട് വായിക്കുമ്പോൾ 2 വാക്യം താഴെ വായിക്കുമ്പോൾ ഹല്ലേലൂയ ഈ മോശ യോശുവയെ വിളിച്ചിട്ട് പറയുകയാണ്, യോശുവേ എനിക്ക് വയസ്സായി, ഞാൻ വാർദ്ധക്യത്തിൽ എത്തിച്ചേർന്നു, അതുകൊണ്ട് ദൈവം
രണ്ടാമതായി പറഞ്ഞ വാക്യം ഇതാണെന്ന് 8ാമത്തെ വാക്യത്തിലും ഇതേ വാക്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉന്നെ വിട്ട് വിലകുവതുമില്ലേ, ഉന്നെ കൈവിടുവതുമില്ലേ എന്ന് 8ാമത്തെ വാക്യത്തിലുമുണ്ട്. ഹല്ലേലൂയ. ദൈവം മോശയോട് പറഞ്ഞു, മോശ യോശുവയോട് പറഞ്ഞു. പോരാ. ഹല്ലേലൂയ. നമ്മൾ വായിച്ചത് യോശുവയോട് ദൈവം നേരിട്ട് പറയുക യോശുവയുടെ പുസ്തകത്തിൽ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ചില വാക്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്, ചില വചനങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്, ചില വചനങ്ങൾ നമ്മൾ വായിക്കാറുണ്ട്. പക്ഷേ ദൈവം നേരിട്ട് സംസാരിക്കുന്ന ചില വാക്കുകളുണ്ട്. ഹല്ലേലൂയ. ചില നേരിട്ട് സംസാരിക്കുന്ന ചില വാഗ്ദത്തങ്ങളുണ്ട്. ഹല്ലേലൂയ. ഉറങ്ങി കിടക്കുമ്പോൾ സ്വപ്നത്തിലൂടെ, ഹല്ലേലൂയ, ദർശനത്തിലൂടെ, ചില വചനങ്ങളിലൂടെ നേരിട്ട് സംസാരിക്കുന്ന ചില വാഗ്ദത്ത വചനമുണ്ട്. അതിന്റെ അർത്ഥം എന്നറിയാമോ? ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം പറയുമ്പോൾ അതിന്റെ അർത്ഥം അതിനെ ഒന്നുകൂടെ ഉറപ്പിക്കുക. ഹല്ലേലൂയ. 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 ഈ വർഷത്തിൽ നിങ്ങൾ ജനുവരി മുതൽ ഈ ഒക്ടോബർ മാസം വരെ വന്നു. ഈ സഭയിൽ അനേക ഉപവാസ പ്രാർത്ഥന നടന്നിട്ടുണ്ടാകും. ഈ സഭയിൽ അനേക ആരാധന നടന്നിട്ടുണ്ടാകും. എല്ലാ ആരാധനയിലും നിങ്ങൾ വന്നിട്ടുണ്ടാകും. ഹല്ലേലൂയ. അനേക വാഗ്ദത്തങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഒരിക്കൽ പറയുന്നത് 2ാമത് കേട്ടെങ്കിൽ, 2ാമത് പറഞ്ഞത് അതേ വാക്യം 3ാമത് കേട്ടെങ്കിൽ ഉറപ്പിച്ചോ, ദൈവം നമ്മോടാ പറഞ്ഞത്. ഹല്ലേലൂയ. ഉറപ്പോടെ വിശ്വസിക്കണം. അത് എന്നോടാ പറഞ്ഞത്. ഹല്ലേലൂയ. അത് എന്നോട് ദൈവം അരുളി ചേർക്കുന്ന ഉറപ്പോടെ വിശ്വസിച്ചിട്ട് നിരാശ കടന്നു പോകാം. ഹല്ലേലൂയ. 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 ഇതൊരു വാഗ്ദത്ത വചനമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ, ബൈബിൾ ഉടനീളം പരിശോധിച്ചാൽ ബൈബിളിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്തെന്നറിയാമോ? മരുന്നും പറഞ്ഞു കൊടുക്കും, പിന്നെ പറഞ്ഞു കൊടുക്കും, പഥ്യവും കൂടെ പറഞ്ഞു. പഥ്യം എന്ന് പറഞ്ഞാൽ അറിയാമോ? അറിഞ്ഞോളാം. പഥ്യം എന്ന് പറഞ്ഞപ്പോൾ എനിക്കോട്ട് എന്നെ നോക്കുന്നുണ്ട്, എന്തോ പ്രശ്നമുണ്ട്. മരുന്നും പറഞ്ഞു കൊടുക്കും. മനസ്സിലായില്ല? ഡോക്ടറെ അടുത്ത് പോയിട്ടുള്ളവർ ഒന്ന് കൈ ഉയർത്തി. അയ്യോ, ഇവരാരും ഡോക്ടറെ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഡോക്ടർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. MBBS പഠിക്കുന്ന ആളുകളെയാണ് ഡോക്ടർ എന്ന് പറയുന്നത്. ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടോ? കൈപൊക്കി. അല്ലേക്കെ പറഞ്ഞില്ല പറഞ്ഞ്. ഡോക്ടറെ അടുത്ത് ആരൊക്കെ പോയിട്ടുണ്ട്? എല്ലാവരും പോയിട്ടുണ്ട്, ഇല്ലേ? അപ്പൊ ഡോക്ടർ ഇങ്ങനെ സ്റ്റെതസ്കോപ്പ് ഒക്കെ വെച്ച് നോക്കിയിട്ട് മരുന്ന് ഇടും, അല്ലേ? മരുന്ന് എഴുതിയതിനു ശേഷം എന്നിട്ട് എന്ത് പറയും? നല്ല ഡോക്ടറാണെങ്കിൽ മരുന്ന് തന്നതിന് ശേഷം പറയും, ഇത് രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം കൃത്യമായി കഴിക്കണം. ചൂടുവെള്ളത്തിൽ ഗുളിക കഴിക്കണം. ഇങ്ങനെ പറയുമോ? മഴ നനയാൻ പോകരുത്, കാറ്റ് കൊള്ളാൻ പോകരുത് എന്നൊക്കെ പറഞ്ഞ് കുറെ പഥ്യം കൂടെ പറഞ്ഞുവിടും, അല്ലേ? വൈദ്യന്മാരാണെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല, നല്ല പഥ്യം പറഞ്ഞുവിടും. ഇപ്പോൾ ഡോക്ടർമാരങ്ങനെ ഇങ്ങനത്തെ പഥ്യങ്ങളൊക്കെ പറഞ്ഞുവിടും, അല്ലേ? അതുപോലെ യോശുവയോട് ദൈവം ഈ വാഗ്ദത്ത വചനം പറഞ്ഞെങ്കിൽ, ഹല്ലേലൂയ, ഞാൻ ഉന്നെ വിട്ട് വിലകുവതുമില്ലേ, ഉന്നെ കൈവിടുവതുമില്ലേ, ഞാൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന വാഗ്ദത്ത വചനം കൊടുത്തെങ്കിൽ യോശുവയെ ദൈവം കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. യോശുവയെ ദൈവം അറിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് ഇഷ്ടമാകുന്ന തരത്തിൽ, ദൈവത്തിന് ഉതകുന്ന തരത്തിൽ, ദൈവത്തിന് അനുകൂലമാകുന്ന തരത്തിൽ, ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന തരത്തിൽ, ഹല്ലേലൂയ, അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി യോശുവയെ ദൈവം തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഈ വാക്യം പറഞ്ഞത്. മനസ്സിലായോ? ഹല്ലേലൂയ. ഒരു വാഗ്ദത്ത വചനം ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ബൈബിളിലെല്ലാം അങ്ങനെയാണ്. ഹല്ലേലൂയ. ആവർത്തന പുസ്തകത്തിൽ, വിവാഹ പുസ്തകത്തിലെല്ലാം പ്രോമിസ് വേർഡാണ്. പക്ഷേ അവിടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്, നീ എന്നെ ഇങ്ങനെ ആരാധിച്ചാൽ, ഹല്ലേലൂയ, നീ എന്റെ വഴി ഫോളോ ചെയ്താൽ, നീ എന്റെ വഴിയെ നടന്നാൽ, ഹല്ലേലൂയ, നീ എന്റെ വഴിയെ വന്നാൽ, ഹല്ലേലൂയ, അന്യ ദൈവങ്ങളെ ആരാധിക്കാതെ ജീവനുള്ള ദൈവത്തെ ആരാധിച്ചാൽ, നീ പ്രാർത്ഥിച്ചാൽ, ഹല്ലേലൂയ, നീ പാടിയാൽ, നീ ആരാധിച്ചാൽ, ആ ദൈവത്തെ സ്തുതിച്ചാൽ, എല്ലാം കണ്ടീഷണബിൾ ആണ്. എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ വച്ചിട്ടാണ് അനുഗ്രഹം കൊടുക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വായിച്ച വചനം അനുഗ്രഹത്തിന്റെ വചനമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ മുഖം കാണുമ്പോൾ അറിയാം, ഞാൻ ഉന്നെ വിട്ട് വിലകുവതുമില്ലേ, ഞാൻ ഉന്നെ കൈവിടുവതുമില്ലേ. ഹല്ലേലൂയ. പക്ഷേ യോശുവയോട് ഈ വാഗ്ദത്തം കൊടുക്കുവാൻ യോശുവ എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ചുമ്മാ അങ്ങനെ വാഗ്ദത്തം കൊടുക്കത്തില്ല ദൈവം. ഹല്ലേലൂയ. യോശുവ എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു. ഹല്ലേലൂയ. ചുമ്മാതല്ല ദൈവം പറഞ്ഞത് യോശുവയോട്, ഞാൻ ഉന്നെ വിട്ട് വിലകുവതുമില്ലേ, ഞാൻ ഉന്നെ കൈവിടുവതുമില്ലേ, ഞാൻ നിന്നെ കൈവിടത്തില്ല മോനെ എന്ന് ചുമ്മാ അല്ല പറഞ്ഞത്. ദൈവം നോക്കുമ്പോൾ യോശുവ, ദൈവത്തിന്റെ കണ്ണിൽ യോശുവയുടെ നിലപാട്, യോശുവയുടെ ആരാധന, യോശുവയുടെ പ്രാർത്ഥന, ദൈവത്തോടുള്ള അടുപ്പം, ഹല്ലേലൂയ, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വായിക്കാം. ഒന്നാമത്തെ
യോശുവയുടെ സ്വഭാവം എന്തായിരുന്നു? പുറപ്പാട് പുസ്തകം, യാത്രാഗമ പുസ്തകം 33-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. പുറപ്പാട് 33 അതിന്റെ 11. മതി. ഹല്ലേലൂയ. യോശുവയുടെ ഒന്നാമത്തെ സ്വഭാവ സവിശേഷത, the good quality of Joshua is, ഹല്ലേലൂയ, അവൻ ദൈവത്തിന്റെ പ്രസൻസ്, ദൈവത്തിന്റെ ആലയം വിട്ട് മാറാതെയിരുന്നു. ഹല്ലേലൂയ. അതുപോലെ ഹല്ലേലൂയ, ഞാൻ ഉന്നെ വിട്ട് വിലകുവതുമില്ലേ, ഞാൻ ഉന്നെ വിട്ട് കൈവിടുവതുമില്ല എന്ന് ദൈവം യോശുവയോട് പറയാനുള്ള കാരണം, യോശുവയിൽ കണ്ട ഒന്നാമത്തെ ക്വാളിറ്റി, അവൻ ആസരിപ്പ് കൂടാരത്തെ വിട്ട് മാറാവൻ. ഹല്ലേലൂയ. ദേവാലയത്തെ വിട്ട് മാറാവൻ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും ഈ ആലയത്തിന്റെ അകത്ത് ജോലിക്ക് പോകാതെ, സ്കൂളിൽ പോകാതെ, ട്യൂഷൻ ക്ലാസ്സിൽ പോകാതെ ആലയത്തിൽ തിരിക്കണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഹല്ലേലൂയ. 10ാമത്തെ ദിവസം പാസ്റ്റർ വിളിച്ച പാസ്റ്റർ പറഞ്ഞു, ട്യൂഷന് പോണ്ട, ക്ലാസ്സിന് പോണ്ട, ജോലിക്ക് പോണ്ട, ஆசரிப்பு கூடாரத்தை விட்டு பிரியாமல் இந்த ஆலயத்துக்குள்ளே இருக்க வேண்டும் என்று சொன்னார்கள். அதனாலே நான் ஆலயத்தை விட்டு போக மாட்டேன் அப்படி சொல்லக்கூடாது. മനസ്സിലായോ? ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം വിട്ട് പോകാത്ത വ്യക്തിയായിരുന്നു യോശുവ എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, പള്ളിക്കകത്ത് വന്നിരിക്കുമ്പോൾ മാത്രമല്ല ആരാധന, പള്ളിക്കകത്ത് വന്നിരിക്കുമ്പോൾ മാത്രമല്ല സ്തുതി. ഹല്ലേലൂയ. വീട്ടിലിരിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. കിച്ചണിൽ നിൽക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. മാതാപിതാക്കളെ, ഹല്ലേലൂയ, നിങ്ങൾ രാവിലെ അരി കഴിക്കുമ്പോൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് അരി കഴുകി അടുപ്പിലേക്കല്ല കലത്തിലേക്ക് ഇടാറ്. ഹല്ലേലൂയ. 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 എന്റെ അമ്മ മരിച്ചു, എന്റെ അമ്മയില്ല. അമ്മയും എന്റെ പിതാവും മാതാവും വർഷങ്ങളോളം ശുശ്രൂഷയിലായിരുന്നു. രണ്ടുപേരും ദൈവരാജ്യത്തിൽ ചേർക്കപ്പെട്ടു. ഹല്ലേലൂയ. എന്റെ അമ്മ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നറിയാമോ? കഷ്ടതയിൽ വളർന്നൊരു കുടുംബമായിരുന്നു എന്റേത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആഹാരത്തിന് വഴിയില്ലാതെ, ഹല്ലേലൂയ, വസ്ത്രങ്ങൾക്ക് വഴിയില്ലാതെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരു ഭവനമില്ലാതെ കഷ്ടതയിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ വളർന്നത്. ഹല്ലേലൂയ. കണ്ടിട്ടുണ്ട്. സ്തോത്രം ചെയ്ത് അരിയെ സ്തോത്രം ചെയ്ത്, ഹല്ലേലൂയ, പാത്രത്തിലേക്ക് നിക്ഷേപിക്കുന്ന കണ്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങളെ കണ്ടു വേണം അടുത്ത മക്കൾ പഠിക്കാൻ. ഹല്ലേലൂയ. നിങ്ങളെ കണ്ടു വേണം അടുത്ത പെൺമക്കൾ പഠിക്കാൻ. ഹല്ലേലൂയ. ഇവർ നാളെ അടുത്തൊരു ഭവനത്തിൽ പോകുമ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ മാതാപിതാക്കളെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഹല്ലേലൂയ. നിങ്ങൾ കാണിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് വിട്ടുപിരിയാതെ യോശുവ ഇരുന്നത് പോലെ നിങ്ങൾ ഭവനത്തിലിരുന്നാലും, അരി കഴുകുമ്പോൾ, മീൻ വെട്ടുമ്പോൾ, പച്ചക്കറി അരിയുമ്പോൾ, എവിടെ ഇരുന്നാലും, വാഹനം ഓടിച്ചാലും, ഹല്ലേലൂയ, ഹല്ലേലൂയ, സഹോദരങ്ങളെ, ഹല്ലേലൂയ, നിങ്ങൾ വാഹനം ഓടിച്ച് ജോലിക്ക് പോകുമ്പോൾ, ഹല്ലേലൂയ, എവിടെ ചെന്നാലും ആസരിപ്പ് കൂടാരത്തെ വിട്ട് പിരിയാமல் യോശുവ ഇരുന്നത് പോലെ, ഹല്ലേലൂയ. അവിടുത്തെ സംഭവം എന്നറിയാമോ? ഹല്ലേലൂയ. മോശ ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ, ഹല്ലേലൂയ. ഇപ്പൊ പാസ്റ്റർ ഞാൻ ഫ്രണ്ട് ആണെങ്കിൽ, ഹല്ലേലൂയ, ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്നത് പോലെ സമാഗമന കൂടാരത്തിന്റെ, ആസരിപ്പ് കൂടാരത്തിന്റെ അകത്ത് മോശ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോ അവിടെ എഴുതിയിരിക്കുന്നത് മോശയുടെ ശുശ്രൂഷകൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അസിസ്റ്റന്റ് പാസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ഹല്ലേലൂയ. പാസ്റ്റർ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അസിസ്റ്റന്റ് ഇതെല്ലാം കണ്ടോണ്ടിരിക്കുകയാണ്. പാസ്റ്റർ പ്രാർത്ഥിക്കുന്നു, ദൈവ സാന്നിധ്യം നിൽക്കുന്നുണ്ട്, കൂടാരത്തിന് വഴി മേഘസ്തംഭം നിൽപ്പുണ്ട്. ബൈബിൾ അതെല്ലാം ഉണ്ട്, പിടിച്ചതിന്റെ വായിക്കണം. ഹല്ലേലൂയ. ഇതെല്ലാം യോശുവ കാണുന്നുണ്ട്, അസിസ്റ്റന്റ് എല്ലാം കാണുന്നുണ്ട്. ഹല്ലേലൂയ. കണ്ടിട്ട് മോശ ഇറങ്ങി പാളയത്തിലേക്ക് പോയി, വീട്ടിലേക്ക് പോയി. ഹല്ലേലൂയ. പക്ഷേ യോശുവയ്ക്ക് മനസ്സിലായി, ഈ സമാഗമന കൂടാരത്തിന്റെ അകത്ത് പുറത്ത്, ഹല്ലേലൂയ, മേഘസ്തംഭം നിൽപ്പുണ്ട്. ഈ സമാഗമന കൂടാരത്തിന്റെ അകത്ത് എന്തോ പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. സമാഗമന കൂടാരത്തിന്റെ അകത്ത് എന്തോ പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. ആലയത്തിനകത്ത് എന്തോ പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. ആലയത്തിനകത്ത് എന്തോ പ്രത്യേകതയുണ്ട്. ആലയത്തിനകത്ത് ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് എന്തോ പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. എന്തോ പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് ഞാൻ വിട്ടുപിരിയാமல் ഇരുന്നാൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
பிரியாமல் இருந்தார்கள். ஹல்லேலூயா. நான் உன்னை கைவிடுவதில்லை, உன்னை விட்டு விலகுவதில்லை என்ற ப்ராமிஸ் தெய்வம் கொடுப்பான். ஒன்றாமത്തെ ക്വാളിറ്റി ജോഷുവ കണ്ടത്, അവൻ ആശ്രയിപ്പ് കൂടാരത്തെ വിടാமல், ഹല്ലേലൂയ, ദൈവ സാന്നിധ്യത്തെ വിടാமல் എവിടെ ഇരുന്നാലും പാടിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഹോസ്റ്റലിൽ താമസിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാവർക്കുണ്ടെങ്കിൽ ഹല്ലേലൂയ നിങ്ങളോടാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഹോസ്റ്റലിനകത്ത് ഇരിക്കുമ്പോൾ നിങ്ങളുടെ അപ്പനും അമ്മയും അടുത്തില്ലേ? ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടോ പാടിക്കൊണ്ടോ ആരാധിച്ചുകൊണ്ടോ ഹല്ലേലൂയ ദൈവ സാന്നിധ്യത്തിലാണോ ഇരിക്കുന്നത്? ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പനും അമ്മയും പണം ചിലവാക്കി നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലേക്ക് പറഞ്ഞുവിടും. ഹല്ലേലൂയ. ആ സ്ഥലങ്ങളിൽ നിങ്ങൾ വിദൂരങ്ങളിരിക്കുമ്പോൾ നിങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ടെന്നൊരു ഓർമ്മ വേണം. ഹല്ലേലൂയ. ഞാൻ ഇരിക്കുന്ന ദൈവ സാന്നിധ്യത്തിന് കീഴിലാണോ? ഹല്ലേലൂയ. ഞാൻ ഇരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ അടുത്താണോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. യോശുവ പാസ്റ്റർ പോയിട്ടും അവിടെ ദൈവ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നു. ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങളുടെ പാസ്റ്റർ ഇവിടെ ഇരിക്കുന്നു അല്ലേ? ഹല്ലേലൂയ. ഇന്ന് പാസ്റ്റർ ഇല്ലെന്ന് ഒരു അറിയിപ്പ് നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നാൽ, നിങ്ങളുടെ ചർച്ച് ഗ്രൂപ്പ് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലേ? ചർച്ച് ഗ്രൂപ്പിൽ വരുവാണ്, ഇന്ന് പാസ്റ്റർ ഇല്ല. അവർക്ക് നമ്മൾ തന്നെ നമ്മുടെ ഗ്രൂപ്പുകളിലേക്ക് മെസ്സേജ് കൈമാറും, എടാ ഇന്ന് പാസ്റ്റർ ഇല്ല. മുങ്ങിയാലോ? ചിരിക്കുന്നുണ്ട്, എന്തോ പ്രശ്നമെന്ന് തോന്നുന്നു. ഇന്ന് പാസ്റ്റർ ഇല്ലേ? ഇവർക്ക് മനസ്സിലാക്കുന്നുണ്ടോ? ഇന്നൊക്കെ പാസ്റ്റർ ഇല്ലേ? അതുപോലെ போக வேண்டாம். அப்படி இருக்கிறீங்களா? இங்க இல்லாம கேரளாவில் இருக்கு. இங்க எல்லாருமே அப்படி இல்லை, எல்லாரும் நல்ல ஆளுகள். ஓகே, சரியா? ஹல்லேலூயா. நம்ம ஹல்லேலூயா ദൈവ സാന്നിധ്യത്തിൽ നിന്ന് പാസ്റ്റർ ഇരുന്നാലും ഹല്ലേലൂയ, വിശ്വാസികൾ ഇല്ലെങ്കിലും ഹല്ലേലൂയ. ചിലർ പ്രാർത്ഥിക്കാനൊക്കെ ആലയത്തിൽ വരും. 2-3 മണിക്കൂർ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് തീരുമാനമെടുത്തിട്ട് ആലയത്തിൽ വരും. ആലയത്തിൽ വന്നിട്ട് ഇങ്ങനെ ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇവരുടെ ഫോൺ അങ്ങ് അടിച്ചു കൊടുക്കും. ഹല്ലേലൂയ. അടിച്ചു കൊടുക്കുമ്പോൾ 1 മണിക്കൂർ പ്രാർത്ഥിക്കാമെന്ന് നമ്മൾ 16 മിനിറ്റ് ആകുമ്പോൾ ചാടി എഴുന്നേറ്റ് പാസ്റ്ററിനോട് പോലും പറയാതെ നമ്മളങ്ങ് പോകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജോഷുവയോട് ദൈവം ഈ വാഗ്ദത്ത വചനം പറയാൻ കാരണമെന്നറിയാമോ? അവൻ ആശ്രയിപ്പ് കൂടാരത്തെ വിട്ട് പിരിയാമൽ. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം വിട്ട് പിരിയാമൽ. ഹല്ലേലൂയ. അത് ഭവനത്തിരുന്നാലും, നിങ്ങൾ വാഹനം ഓടിച്ചാലും, നിങ്ങൾ എവിടെ ഇരുന്നാലും, ഹല്ലേലൂയ, എവിടെ ഏത് സ്ഥലത്തിരുന്നാലും ദൈവ സാന്നിധ്യത്തിൽ കീഴിരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്നും നിങ്ങളെ ഇടയാക്കട്ടെ. ഹല്ലേലൂയ. ഒരു ചേഞ്ച് ഇന്ന് രാത്രി ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ അടുക്കളയിൽ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞുകൊണ്ടേയിരിക്കണം. നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ സ്തോത്രം പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചില ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം നിങ്ങൾ ദൈവവുമായി ഒരു കണക്ഷനിലാണെന്ന്. ഹല്ലേലൂയ. ഇന്ന് ഈ നമ്മുടെ മൊബൈൽ യൂസ് ചെയ്യുന്ന ആളുകളെല്ലാം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ബ്ലൂടൂത്ത് ഇയർപോഡ്. കണ്ടല്ലോ? കണ്ടിട്ടേയില്ല. എല്ലാവരും ചെവി വെച്ചിട്ടല്ലേ? അപ്പോ മൊബൈൽ അവിടെ വെച്ചിരുന്നാലും നമ്മൾ ചെവിയിൽ വെച്ച് പാട്ട് കേട്ടോണ്ട് ഇങ്ങനെ നമുക്ക് നടക്കാം. കാരണം എന്താണ്? ബ്ലൂടൂത്തുമായി കണക്റ്റഡ് ആണ്. ഹല്ലേലൂയ. ആ സ്ഥലം വിട്ട് ഇവിടെ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്ത് പോയാൽ ഈ മൊബൈലുമായിട്ട് കണക്ഷൻ കിട്ടത്തില്ല. കാരണം അതിനൊരു പരിധി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആ പരിധിക്കകത്ത് നിന്നാലേ ഈ മൊബൈലും ബ്ലൂടൂത്തും തമ്മിൽ കണക്റ്റഡ് ആവും. എന്നതുപോലെ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതം ക്രിസ്തുവുമായി കണക്റ്റഡ് ആയിരിക്കണം. എവിടെ നിന്നാലും, എവിടെ പോയാലും, എന്ത് കാര്യം ചെയ്താലും ഹല്ലേലൂയ ദൈവവുമായി എപ്പോൾ കണക്ഷനിലായിരുന്നാൽ ഹല്ലേലൂയ ഒരു പ്രോമിസ് എടുത്ത് രാത്രി നമ്മോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, ഞാൻ നിന്നെ കൈവിടത്തില്ല മോനെ. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. നീ വിചാരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം പ്രതിസന്ധികളോടെ ഇന്ന് രാത്രി ആരാധനാലയത്തിൽ വന്നു, എന്തെല്ലാം വേദനകളോടെ ആരാധനാലയത്തിൽ വന്നു, ആ കാര്യങ്ങളിൽ ഞാൻ നിന്നെ കൈവിടത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല മോനെ. ഹല്ലേലൂയ. അപ്പൊ ഒന്ന് എന്തായിരുന്നു? നിങ്ങൾ പറയണം. ഹല്ലേലൂയ. ഒന്നെന്തായിരുന്നു? ആശ്രയിപ്പ് കൂടാരത്തെ വിടാമൽ ദൈവ സാന്നിധ്യത്തിന്റെ കീഴിൽ തന്നെ ഇരുന്നു ജോഷുവ. അതാണ് ഒന്നാമത്തെ ജോഷുവയുടെ പ്രത്യേകത. 2 വായിക്കാമോ? ഹല്ലേലൂയ. സംഖ്യാപുസ്തകം, സംഖ്യമാൽ എണ്ണാം. സംഖ്യാപുസ്തകം 14-ാം അധ്യായം അതിന്റെ 6, 7, 8. ആ ആ ആ ആ ആ
ഉം. 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 8ാമത്തെ വാക്യം വായിച്ചോ. ആ മതി മനസ്സിലാക്കി. ആ 3 വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് അറിയാമോ? ഹല്ലേലൂയ. അവിടുത്തെ സംഭവം ഇതാണ്. ഹല്ലേലൂയ. വാഗ്ദത്ത നാടിനെ ഒറ്റുനോക്കാൻ വേണ്ടി, മനസ്സിലാവുന്നുണ്ടോ? വാഗ്ദത്ത നാടായ കനാനെ ഒറ്റുനോക്കാൻ വേണ്ടി ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോരുത്തര്. അപ്പൊ എത്ര ഗോത്രമുണ്ട്? അതറിയാം, 12 ഗോത്രമുണ്ട്. അപ്പൊ എത്ര പേര് പോകും? 12 പേര് പോകും. 12 ഗോത്രം ഉണ്ടെങ്കിൽ 14 പേര് പോകുമോ? ഇല്ല. 12 ഗോത്രമുണ്ട്. അപ്പൊ എത്ര പേര് പോകും? 12 പേര്. അപ്പൊ 12 പേര് പറഞ്ഞു. 12 പേര് പോകുമ്പോൾ യഹൂദ ഗോത്രത്തിൽ നിന്നും കാലേബ്, ഹല്ലേലൂയ, എഫ്രൈം ഗോത്രത്തിൽ നിന്നും നൂന്റെ മകനായ യോശുവ, ഇങ്ങനെ 12 പേര് പറഞ്ഞു. 12 പേരെ പേര് കൊണ്ട് നിങ്ങൾ വിളിച്ചത് വായിക്കണം 14-ാം അധ്യായത്തിൽ. ഹല്ലേലൂയ. തൊട്ട് 13-ാമത്തെ അധ്യായത്തിൽ. ഹല്ലേലൂയ. അപ്പോ ഈ 12 പേരെ ഈ കനാൻ ദേശത്തിലേക്ക് പറഞ്ഞു വിടുകയാണ് നോക്കാൻ വേണ്ടി. ഹല്ലേലൂയ. ഇവരെ അവിടെ ചെന്നിട്ട് റിപ്പോർട്ട് കൊണ്ടുവരികയാണ്. അവിടെ ചെന്ന് എല്ലാം നോക്കി മനസ്സിലാക്കിയിട്ട് റിപ്പോർട്ട് കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. 10 പേര് ഒന്നുപോലെ പറഞ്ഞു. എന്താണെന്നറിയാമോ? അവിടെ ഭയങ്കര രാക്ഷസന്മാരാണ്, അവിടെ മല്ലന്മാരാണ്. നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ ഉപദ്രവിക്കും, നമ്മളെ കൊന്നുകളയും, നമുക്ക് വാക്കും നാടൊന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞ് 10 പേര്. ഹല്ലേലൂയ. 2 പേർ വ്യത്യസ്തമായ റിപ്പോർട്ട് പറയുന്നു. ആരല്ല? യോശുവയും കാലേബും വ്യത്യസ്തമായി പറയുന്നു. ഇല്ല, നമുക്കവരെ ജയിക്കാൻ കഴിയും, നമുക്ക് ആ രാജ്യം സ്വന്തമാക്കുവാൻ കഴിയും. ഇതാണ് അവിടുത്തെ പശ്ചാത്തലം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അറിയാമോ? ഈ 12 പേര്, ഹല്ലേലൂയ, ഈ 12 പേരും മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയവരാണ്. ഹല്ലേലൂയ. രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് അവിടെ ദൈവം രക്ഷിച്ചു കൊണ്ടുവന്നാണ് അർത്ഥം. ഹല്ലേലൂയ. ഈ 12 പേരും രക്ഷിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ദൈവം വീണ്ടെടുത്തവരാണ് ഈ 12 പേരും. ഹല്ലേലൂയ. ഈ 12 പേരും ചെങ്കടൽ കടന്നവരാണ് അർത്ഥം. ഈ 12 പേരും സ്നാനം കഴിഞ്ഞവരാണ്. ഹല്ലേലൂയ. ചെങ്കടൽ സ്നാനത്തിനൊരു മുൻകൂർ നിങ്ങൾക്കറിയാം. ഹല്ലേലൂയ. ചെങ്കടൽ കടന്നവരാണ്. ഹല്ലേലൂയ. പിന്നെ അവർ മേഘസ്തംഭത്തിന് കീഴിൽ നടന്നവരാണ്. അഗ്നിസ്തംഭം കണ്ടവരാണ്. ഹല്ലേലൂയ. ഉയരത്തിലെ ദൂതന്മാർ ഭക്ഷിക്കുന്ന മന്ന ഭക്ഷിച്ചവരാണ്. ഹല്ലേലൂയ. 30 ലക്ഷം ജനത്തിന് കാടപ്പക്ഷി കൊടുത്ത് ഇറച്ചി കൊടുത്തപ്പോൾ ഭക്ഷിച്ചവരാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ ആരാധനയ്ക്കും വരും, എല്ലാ പാട്ടും പാടും, എല്ലാ തിരുവത്താഴും എടുക്കും, രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, സ്നാനപ്പെട്ടിട്ടുണ്ട്, എല്ലാത്തിനും ഫ്രണ്ടിലാണ്. ഹല്ലേലൂയ. പറഞ്ഞ മനസ്സിലാക്കോ? ഹല്ലേലൂയ. എല്ലാത്തിനും ഫ്രണ്ടിലാണ് ഈ 12 പേര്. പക്ഷേ ഹല്ലേലൂയ, ഇത്രയും നാൾ നടത്തി വന്ന ദൈവത്തെ, ചെങ്കടൽ കടന്ന ദൈവത്തെ കണ്ടവരാണവർ. ഹല്ലേലൂയ. വലിയ വലിയ അത്ഭുതങ്ങളെ കണ്ടവരാണവർ. ഹല്ലേലൂയ. അവരെ കൊണ്ട് ജയിക്കാൻ കഴിയാത്ത രാജാക്കന്മാരെ എല്ലാം ജയിച്ചതെല്ലാം ഇവരെ കണ്ടതാണ്. ഹല്ലേലൂയ. എന്നിട്ടും ഹല്ലേലൂയ, ഹല്ലേലൂയ, എല്ലാം കണ്ടവരാണ്. എന്നിട്ടും ഒരു കനാൻ ദേശത്തുള്ള മല്ലന്മാരെ കണ്ടപ്പോൾ ദൈവത്തെക്കാൾ വലിയതായി അതിനെ കണ്ടു. മനസ്സിലായോ? ഹല്ലേലൂയ. എന്റെ ദൈവത്തെക്കാൾ വലുതായി ഈ മല്ലന്മാരെ കണ്ടു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇന്ന് രാത്രി ഹല്ലേലൂയ, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കാണും. ഹല്ലേലൂയ. നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ കാണും, നമുക്ക് ഒരുപാട് വേദനകൾ കാണും, നമുക്ക് ഒരുപാട് കഷ്ടങ്ങൾ കാണും, നമുക്ക് ഒരുപാട് രോഗങ്ങൾ കാണും. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്നെക്കാൾ പ്രായമുള്ളവരൊക്കെ അമ്മമാരുടെ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. എന്റെ സമപ്രായക്കാരുടെ ഉണ്ട്, എന്നെക്കാൾ പ്രായം കുറഞ്ഞവരുണ്ട്. നാം ജനിച്ചു വീണ മുതൽ ഇതുവരെ കർത്താവ് നമ്മളെ നടത്തിയില്ലേ? ഹല്ലേലൂയ. ഇതുവരെ കർത്താവ് നമ്മളെ പുലർത്തിയില്ലേ? ഹല്ലേലൂയ. എന്നെല്ലാം നമ്മൾ ഫേസ് ചെയ്തു അല്ലേ? കോവിഡ് നമ്മൾ ഫേസ് ചെയ്തു. ഹല്ലേലൂയ. എത്രയോ പേർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഹല്ലേലൂയ. എത്രയോ പേർ കോവിഡ് വന്നപ്പോൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ദൈവം നമ്മെ ശേഷിപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം നമ്മെ ശേഷിപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം നമ്മെ ശേഷിപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. 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 കർത്താവിന്റെ ശുദ്ധ കൃപയാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അല്പനേരം കരങ്ങളെ തട്ടി ദൈവത്തിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. കർത്താവ്, എന്നെ നീ കരുതിയല്ലോ, എന്നെ നീ കാത്തല്ലോ, എന്നെ നീ വിടുവിച്ചല്ലോ. ഹല്ലേലൂയ. ഞാൻ സകലത്തിലെയും ഹല്ലേലൂയ മുൻപേ, ഹല്ലേലൂയ, സകലത്തിനും മുൻപതായി, സകലത്തിനും മേലായി എന്റെ ദൈവത്തെ കാണുന്നു എന്ന് ഈ രാത്രി പറയുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. കടഭാരത്തെക്കാൾ വലുതായി ദൈവത്തെ കാണും. ഹല്ലേലൂയ.
പ്രതിസന്ധികളെക്കാൾ വലുതായി ദൈവത്തെ കാണാം. ഹല്ലേലൂയ. പലതിനേക്കാൾ വലുതായി ദൈവത്തെ കാണാം. ഹല്ലേലൂയ. മനുഷ്യരെക്കാൾ വലുതായി ദൈവത്തെ കാണാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പലരും പ്രതിസന്ധികൾ വരുമ്പോൾ ഹല്ലേലൂയ എല്ലാം നടത്തിയ ദൈവമാണ്, ഓക്കെയാണ്, ഇതുവരെ നമ്മൾ വന്നു, ശരിയാണ്. ഈ സഭ എനിക്ക് തോന്നുന്നു കുറെ വർഷമായിട്ടുണ്ടാകും അല്ലേ? ഹല്ലേലൂയ. ഇതുവരെ സഭയെ ദൈവം നടത്തി. ഹല്ലേലൂയ. ദൈവം കാത്തു. അനേകർ പലതും വിചാരിച്ചപ്പോൾ ഹല്ലേലൂയ ഇത് ഇത്രാം ദിവസം നഷ്ടമാകും, ഇത്രാം ദിവസം സഭ ഇല്ലാതാകും, സഭയിലെ വിശ്വാസ കുടുംബങ്ങളൊക്കെ നഷ്ടപ്പെടും, പലതും വിചാരിച്ചപ്പോൾ ദൈവം കൈവിടാതെ കണ്ണൻ കൺമണിയോട് സഭയെ നടത്തിയതിൽ കാരണമുണ്ട്. സഭയെ നടത്തിയ ദൈവത്തിന്റെ കൃപയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വലുതായി ദൈവത്തെ കാണാം, വലുതായി ദൈവത്തെ കാണാം, വലുതായി രക്ഷകനെ കാണാം, വലുതായി ദൈവത്തെ കാണാം, മനുഷ്യനെ കാണാതെ, ചെങ്ങളെ കാണാതെ, പ്രശ്നത്തെ കാണാതെ. ഹല്ലേലൂയ. 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 നാം പലതിനെയും വലുതായി കണ്ടാൽ ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ അല്ലെങ്കിൽ ദൈവിക സ്വഭാവത്തെ പലപ്പോഴും നമ്മൾ മറന്നിട്ട് ഹല്ലേലൂയ നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളെ വലുതായി കാണാൻ പാടില്ല. ഹല്ലേലൂയ. 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 ഞാനൊരു അതിനകത്ത് ചേർന്ന ഒരു കാര്യം നിങ്ങൾക്ക് പറയാം. ഒരു വാക്യം നിങ്ങൾ വായിച്ചേ. ആക്ട്സ് അപ്പോസ്തല നടപടികൾ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിച്ച് ഒരാളെ നമുക്ക് പരിചയപ്പെടുത്തരാം. മതി മതി. ആരാണ് കഥാപാത്രം? ആരാണ്? കൊർന്നല്യോസ്. ഇറ്റാലിയ എന്ന പട്ടാളത്തിലെ കൊർന്നല്യോസ് എന്ന വ്യക്തി. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാം പറഞ്ഞു വരുന്ന വിഷയം ഇതാണ്: ദൈവത്തെയും ദൈവിക കാര്യങ്ങളെയും വലുതായി കാണണം. ഹല്ലേലൂയ. ഈ സമൂഹത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ പല കാര്യങ്ങളെയും ചെറുതായി നാം വലുതായി കാണാതെ കൊണ്ടാണ് നമ്മൾ ദൈവപ്രവൃത്തി വെളിപ്പെടാത്തത്. ഹല്ലേലൂയ. നാം എന്നെ വിട്ട് വിലകുവതുമില്ലേ, നാം എന്നെ കൈവിടുവതുമില്ലേ എന്ന് യോശുവയോട് ദൈവം പറയുവാണ്. യോശുവയെ കണ്ട രണ്ടാമത്തെ ക്വാളിറ്റി, അവൻ ദൈവത്തെ വലുതായി കണ്ടു. ഹല്ലേലൂയ. ഇതുവരെ നടത്തിയ ദൈവത്തെ വലുതായി കണ്ടു. ഇവിടെ നമ്മൾ പറഞ്ഞത് കൊർന്നല്യോസ് എന്ന മനുഷ്യൻ. ഹല്ലേലൂയ. ഈ കൊർന്നല്യോസ് എന്ന മനുഷ്യന്റെ കുറെ ക്വാളിറ്റീസ് അവിടെ പറയുന്നുണ്ട്. ഒന്ന്, അവൻ എന്തായിരുന്നു? ഭക്തിയുള്ളവൻ. അല്ലേ? അങ്ങനല്ലേ? അവൻ ഭക്തിയുള്ളവൻ. ഹല്ലേലൂയ. കൊർന്നല്യോസ് ഒന്ന് ഭക്തിയുള്ളവൻ. ഹല്ലേലൂയ. രണ്ടാമത് വായിക്കുന്നത് ദൈവ ഭയമുള്ളവൻ. ഹല്ലേലൂയ. ഇതെന്ത് വേണം? ഹല്ലേലൂയ. ദൈവ ഭയമുള്ളവൻ. പിന്നെ ദാനധർമ്മം ചെയ്യുന്നവൻ. ഹല്ലേലൂയ. പിന്നെ അവിടെ താഴെ പ്രാർത്ഥിക്കുന്നവൻ. പിന്നെ ദർശനം കാണുന്നവൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇങ്ങനെ ഇത്രയും ക്വാളിറ്റിയുള്ള ഒരു വ്യക്തി എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? ഇല്ല. ഹല്ലേലൂയ. കൊർന്നല്യോസ് എന്ന വ്യക്തി ഹല്ലേലൂയ ഇതെല്ലാം ചെയ്യുന്ന വ്യക്തിയായിരുന്നു. ദാനധർമ്മം കൊടുക്കുന്നവൻ, പ്രാർത്ഥിക്കുന്നവൻ, ദർശനം കാണുന്നവൻ, ദൈവഭക്തിയുള്ളവൻ, ദൈവത്തെ സേവിക്കുന്നവൻ, എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തി. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ തൊട്ടടുത്ത വാക്യത്തിൽ ഒന്ന് വായിച്ചേ. മതി. എന്താ പറഞ്ഞ? നിന്റെ പ്രാർത്ഥനയും നീ കൊടുത്ത ദാനവും നീ കൊടുത്ത എല്ലാ സംഭവവും എവിടെ എത്തി? എവിടെ എത്തി? സ്വർഗ്ഗത്തിൽ എത്തി. പക്ഷെ ആരെത്തിയില്ല? മനസ്സിലായില്ല? മനസ്സിലായില്ല? ഹല്ലേലൂയ. കൊർന്നല്യോസിന്റെ എന്തെല്ലാം സ്വർഗ്ഗത്തിലെത്തി? പ്രാർത്ഥന എത്തി, ഭക്തി എത്തി, ദാനധർമ്മം എത്തി, അവൻ കൊടുത്ത എല്ലാ കാര്യങ്ങളും എത്തി. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അറിയാമോ? ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. ശരിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ കിട്ടിയ വിഷയത്തെ വലുതായിട്ട് കാണും. മനസ്സിലായോ? മനസ്സിലായില്ല? ഹല്ലേലൂയ. ഹല്ലേലൂയ. നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഒരു ഭവനത്തിന് വേണ്ടി. ഒരു ഉദാഹരണമാണ്,
വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മൾ. ഹല്ലേലൂയ. ദൈവത്തോട് കരം പ്രാർത്ഥിക്കുന്നു. ദൈവം നമുക്ക് സാമ്പത്തിക നന്മകളൊക്കെ തന്ന് നമ്മളൊരു ഭവനം വെച്ചു. ഭവനം വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ആളെ പള്ളിയിൽ കാണാനേ ഇല്ല. ഇപ്പൊ മനസ്സിലായെന്ന് തോന്നുന്നു, ചെറുതായിട്ട് ചിരിക്കുന്നുണ്ട്. മനസ്സിലായിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അടുത്ത പ്രാർത്ഥന എത്തും, പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. ഈ കിട്ടിയ സാധനത്തെ വലുതായിട്ടാണ്. മനസ്സിലായോ? ഹല്ലേലൂയ. ഈ തന്ന ദൈവത്തെ വലുതായിട്ട് കാണില്ല. ഹല്ലേലൂയ. പിന്നെ പള്ളിയിൽ കാണില്ല, ആരാധനയ്ക്ക് പാസ്റ്റർ വിളിച്ചാൽ കാണൂല, പ്രാർത്ഥനയ്ക്ക് കാണൂല, നൈറ്റ് പ്രയറിന് കാണൂല, ഒന്നും കാണൂല. മനസ്സിലായോ? ഹല്ലേലൂയ. കുറുന്നല്ലുവേ, നിന്റെ പ്രാർത്ഥനയും നിന്റെ ദാനധർമ്മവും നീ പ്രാർത്ഥിച്ച എല്ലാം ഇങ്ങെത്തി. പക്ഷേ ആരെത്തില്ല. നീ എത്തണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് താഴെ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. മനസ്സിലായോ? ഹല്ലേലൂയ. നാം ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത് എന്തിനാണെന്നൊരു ബോധം നമുക്ക് രാത്രി ഉണ്ടാകണം. ഈ 10ാമത്തെ ദിവസം. ഹല്ലേലൂയ. ഏതെങ്കിലും നിസ്സാര നന്മകൾ പ്രാർത്ഥിച്ച് മാത്രം പോകാൻ വേണ്ടിയിട്ടല്ല ആലയത്തിൽ വരേണ്ടത്. ഹല്ലേലൂയ. കുറുന്നല്ലിയോട് പറഞ്ഞതാണ്. അതിനെ താഴെ വായിക്കാമോ? സമയമുണ്ടെന്ന് തോന്നുന്നു. വായിച്ചേ. വായിച്ചോണ്ട് പോയാൽ സമയം പോകും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. കൊർന്നല്യോസ് എന്ന വ്യക്തി നല്ല വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. നല്ല വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തിയെ കാണാൻ പോലും കിട്ടത്തില്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവൻ, ആരാധിക്കുന്നവൻ, ഭക്തിയുള്ളവൻ, ദർശനം കാണുന്നവൻ, ദൈവത്തോട് സംസാരിക്കുന്നവൻ, എല്ലാം ചെയ്യുന്ന കൊർന്നല്യോസിനോട് പറയുക. ഹല്ലേലൂയ. എല്ലാ സംഭവം എത്തി, ഞാൻ നിനക്ക് മറുപടി തന്നിട്ടുണ്ട്. പക്ഷേ ഈ എത്തണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ശീമോൻ പത്രോസിനോട് പോയി ചോദിക്കുക. ഹല്ലേലൂയ. പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട്. ഹല്ലേലൂയ. അത് പറയുമ്പോൾ പ്രശ്നമാണ്. മാനസാന്തരം അതെന്താണ്? ഹല്ലേലൂയ. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് ജലത്തിൽ മുഴുവൻ സ്നാനം ഏറ്റെടുത്ത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച്. ഹല്ലേലൂയ. അപ്പം നുറുക്ക്. ഹല്ലേലൂയ. വിശുദ്ധ തിരുവത്താഴം സ്വീകരിച്ച്. ഹല്ലേലൂയ. വേർപാട് അനുഷ്ഠിച്ച് കൂട്ടായ്മയിൽ പങ്കെടുത്ത്. ഹല്ലേലൂയ. നമ്മുടെ അടിസ്ഥാന ഉപദേശങ്ങൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. നാം പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും നിസ്സാര ചെറിയ പൊരുൾകൾക്ക് വേണ്ടിയായി മാറരുത്. ഹല്ലേലൂയ. അതിന്ന് കിട്ടും, നാളെ നശിച്ചു പോകും. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. ആ ആത്മാവ് രക്ഷ പ്രാപിക്കണമെങ്കിൽ രക്ഷിക്കപ്പെട്ട് തന്നെ ആകണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ആരോടാണോ ഇത് പറയുന്നത് എനിക്ക് അറിയില്ല. ഹല്ലേലൂയ. നാം 10 ദിവസം, ചിലപ്പോൾ 21 ദിവസം നിങ്ങൾ ഉപവാസം എടുത്തിരിക്കാം. ഹല്ലേലൂയ. 21 ദിവസവും നിങ്ങൾ പ്രാർത്ഥിച്ചെന്നിരിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കും, ദൈവം മറുപടി തരും, തീർച്ച. അതിന് തർക്കമില്ല. പക്ഷേ നിങ്ങൾ ഇരിക്കുന്ന ആരെങ്കിലും ഈ രക്ഷകരെ കണ്ടെത്താതെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഈ രക്ഷിതാവിനെ കണ്ടെത്താതെ ആരെങ്കിലും ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ അവരോടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. എനിക്കായവൻ കാൽവരി കൊലക്കുളത്തിൽ മരിച്ചു, എനിക്കായവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, എനിക്കായവൻ കഷ്ടത അനുഭവിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റു പറഞ്ഞാൽ ഇന്ന് രാത്രി നീ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. 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 ഞാൻ ആരെയും കരമുയർത്താനൊന്നും പറയുന്നില്ല. ഹല്ലേലൂയ. എല്ലാ യോഗത്തിലും ചെന്നിരുന്ന് രക്ഷിക്കപ്പെടുവാൻ കരമുയർത്താൻ പറയുന്നത് പോലെ ഞാൻ പറയുന്നില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ യേശു വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ യേശു എന്ന രക്ഷകൻ പ്രകാശിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് തന്ന എല്ലാത്തിനേക്കാളും, എനിക്ക് തന്ന ഭവനത്തെക്കാൾ, എനിക്ക് തന്ന കുടുംബത്തെക്കാൾ, എനിക്ക് തന്ന മക്കളെക്കാൾ, എനിക്ക് തന്ന എല്ലാ മക്കളെക്കാളും ഞാൻ എന്റെ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ഇന്ന് യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചിട്ട് ഇവിടെ നിന്ന് പോകാം. ഹല്ലേലൂയ. 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 വേറെ ഒന്നും നമുക്ക് കിട്ടത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ സമ്പാദിക്കുന്നതെല്ലാം ഇവിടെ തീരും. ഹല്ലേലൂയ. അവസാനം 6 അടി മണ്ണ് മാത്രം സ്വന്തമായിട്ട് നമുക്കുണ്ടാവും. നാം ഇട്ടിരിക്കുന്ന പലതും പോലും നമുക്ക് തന്നുവിടത്തില്ല. പക്ഷേ രക്ഷയെ കരസ്ഥമാക്കിയാൽ, ഹല്ലേലൂയ, രക്ഷ
സ്വർഗ്ഗരാജ്യത്തിൽ ചെല്ലാം. ഹല്ലേലൂയ. എന്റെ ദൈവത്തെ വലുതായി കാണണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നാനമെടുക്കാൻ പറയുമ്പോൾ അത് മാത്രം വേണ്ട പാസ്റ്ററെ, ബാക്കിയെല്ലാം നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അനുസരിക്കാം, അതുപോലെ ചെയ്തോളാം. പക്ഷേ ജ്ഞാനസ്നാനത്തെ കുറിച്ച് മാത്രം ഞങ്ങളോട് പറയരുത്. അത് സ്വർഗരാജ്യത്തിൽ പോകുവാൻ ദൈവം വച്ചിരിക്കുന്ന ഒരു പടിയാണ്. ഹല്ലേലൂയ. നിങ്ങളൊന്ന് എന്തിനേക്കാളും സർവ്വതിനെ മാറ്റിവെച്ചിട്ട് ഹല്ലേലൂയ, ഞാൻ ഇന്നത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു വന്നാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പിതാവ്, ഹല്ലേലൂയ, ഞാൻ അഭിമാനത്തോടെ പറയുക, ഹല്ലേലൂയ, എന്റെ പിതാവ് പെന്തക്കോസ്ത് പാസ്റ്റർമാരെ കണ്ടാൽ അടിക്കും. എന്റെ പിതാവിന്റെ സഹോദരിമാരുണ്ട്, അവർ ഭയങ്കര പ്രാർത്ഥിക്കുന്നവരാണ്. അവരെ കാണാൻ വേണ്ടി പാസ്റ്റർ വരും. അഭിഷിക്തനായ ഒരു പാസ്റ്റർ, അദ്ദേഹം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കപ്പെട്ടു. ഹല്ലേലൂയ. അതിന്റെ പേര് വിട്ടുപോയി. ഹല്ലേലൂയ. ആ പാസ്റ്റർ ഒരു നാൾ ഭവനത്തിൽ വിസിറ്റിങ്ങിന് വന്നപ്പോൾ വിശുദ്ധ വേദപുസ്തകത്തെ കയ്യിൽ ചുമന്നുകൊണ്ട് ആ അഭിഷിക്തൻ വീട്ടിൽ വന്നപ്പോൾ എന്റെ പിതാവ് ആ വേദപുസ്തകം വാങ്ങി പുറത്തേക്ക് ഇറങ്ങിപ്പോ ഇനി എന്റെ ഭവനത്തിൽ വന്നു പോകരുതെന്ന് പറഞ്ഞ് ഇറക്കി വിട്ട അയാളാണ്. അന്ന് ആ പാസ്റ്റർ ആ ബൈബിൾ എടുത്ത് നെഞ്ചോട് വെച്ചിട്ട് പറഞ്ഞിട്ട് പോയി, നീ ഒരു നാൾ ഇത് ചുമക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഒരു നാൾ ഇത് ചുമക്കുമെന്ന് പറഞ്ഞിട്ട് പോയി. ഹല്ലേലൂയ. വർഷങ്ങൾക്ക് ശേഷം ദൈവം ഒരു രോഗത്താൽ പിടിക്കപ്പെട്ടു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുവാൻ ആളുകൾ വന്നു. വൈദ്യം കൈവിട്ടു, ഡോക്ടേഴ്സ് കൈവിട്ടു, ഹോസ്പിറ്റൽ കൈവിട്ടു. ഒരു പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ച ദൈവം വിടുതൽ കൊടുത്തു. ഹല്ലേലൂയ. ഇത്ര നാൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞ എന്റെ പിതാവിന് പ്രാർത്ഥനയാൽ വിടുതൽ കൊടുത്തിട്ട് അദ്ദേഹം വർഷങ്ങൾ ഈ ബൈബിൾ ചുമന്നു. ഹല്ലേലൂയ. ഈ ബൈബിൾ എടുത്ത് എറിഞ്ഞ ആ പാസ്റ്ററായിരുന്നു എന്റെ സഹോദരിയുടെ വിവാഹം നടത്തിയ പാസ്റ്റർ. ഹല്ലേലൂയ. അന്ന് വേദിയിൽ വെച്ചാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ എപ്പോഴാണ് അറിയുന്നത്, പിന്നീടാണ് ആ കാര്യം ചോദിച്ച് മനസ്സിലാക്കിയത്. ഞാൻ എന്തിനത് പറഞ്ഞറിയാമോ? ഹല്ലേലൂയ. സകലത്തെയും വിട്ട് ഹല്ലേലൂയ ദൈവത്തെ അനുഗമിക്കുവാൻ ഓരോരുത്തർക്കും ഓരോ കാരണമുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നമ്മുടെ കയ്യിലിരിക്കുന്ന എന്തുമാകട്ടെ, നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്മൾ ചിലപ്പോൾ വലിയ ഉദ്യോഗസ്ഥരാകാം, നമ്മൾ ചിലപ്പോൾ വലിയ ഹൈ പ്രൊഫൈൽ ജീവിക്കുന്ന സമൂഹത്തിൽ വലുതായി ജീവിക്കുന്നവരാകാം. പക്ഷേ അതെല്ലാം ഒന്ന് മാറ്റിവെച്ചിട്ട് ഈ രക്ഷകനെ നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറായി നോക്ക്. എല്ലാറ്റിനേക്കാളും വലുതായി എന്റെ യേശുവിനെ വലുതായി കണ്ടു നോക്ക്. നിങ്ങളുടെ ജീവിതം മാറും, നിങ്ങളുടെ ജീവിത രീതികൾ മാറും, നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥകൾ മാറും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. സാധാരണ അനുഗ്രഹമല്ലത്. ഹല്ലേലൂയ. ഇവിടെ നിലനിൽക്കുന്നതും മുകളിൽ നിലനിൽക്കുന്നതുമായ സകലവിധ അനുഗ്രഹങ്ങളാണ് ദൈവം നമ്മെ നിറയ്ക്കുവാൻ. എല്ലാറ്റിനും വലുതായി എന്റെ യേശുവിനെ കണ്ടു നോക്ക്. എല്ലാറ്റിനും വലുതായി എന്റെ ദൈവത്തെ കണ്ടു നോക്ക്. ഹല്ലേലൂയ. അപ്പോ ഞാൻ ഉന്നെ കൈവിടുമെന്നില്ലേ, ഉന്നെ വിട്ട് വിലകുവതുമില്ലേ. അങ്ങനെ ഒരു പ്രോമിസ് വേണ്ടി യോശുവയ്ക്ക് കൊടുക്കുവാൻ കാരണം യോശുവയ്ക്ക് കുറെ ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു. ഒന്ന് ഞാൻ പറഞ്ഞതായിരുന്നു, ആശ്ചര്യപ്പ് കൂടാരത്തെ വിട്ട് പിരിയാമൽ ഇരുന്നവர்கள். രണ്ട്, എല്ലാറ്റിനേക്കാൾ അവിടെ കണ്ട മനുഷ്യനേക്കാൾ അവിടെ കണ്ട മല്ലനേക്കാൾ ദൈവത്തെ വലുതായി കണ്ടു യോശുവ. മനസ്സിലായല്ലോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു തീരുമാനമെടുത്തിട്ട് പോകണം. കർത്താവേ, എല്ലാത്തിനേക്കാളും വലുതായി എന്റെ യേശുവിനെ ഞാൻ കാണുന്നു. ഹല്ലേലൂയ. എല്ലാത്തിനെയും വലുതായി എന്റെ ദൈവത്തെ ഞാൻ കാണുന്നു. ഹല്ലേലൂയ. രക്ഷയെ സ്വീകരിക്കുവാൻ ഞാൻ തയ്യാറാകുന്നു. ഞാൻ സ്നാനം ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നു. ഈ 21 ദിവസം പൂർത്തിയാകുമ്പോൾ സ്നാനത്തിനായി എന്നെ ഏൽപ്പിച്ചു കൊടുക്കും. കർത്താവേ, 21 ദിവസം ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ രക്ഷകനായി എന്റെ യേശുവിനെ ഞാൻ സ്വീകരിക്കോ. എല്ലാറ്റിനേക്കാളും വലുതായി എന്റെ ദൈവത്തെ ഞാൻ കാണുന്നു എന്ന് ഒരു തീരുമാനമെടുത്തിട്ട് നിരാശയോടെ പോകാമോ? എങ്കിൽ നിങ്ങളോട് പറയുന്ന പ്രോമിസ് വിടാതെ ഞാൻ നിന്നെ കൈവിടുന്നില്ലേ, ഞാൻ നിന്നെ വിട്ട് വിലകുവതുമില്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 3 വായിച്ചേ. 8 സംഖ്യാപുസ്തകം 27 അധ്യായം അതിന്റെ 18 വാക്യം.
സോറി 8 അല്ല 18, അതാ തെറ്റിയത്, 18. ആ മതി. ആവിയെ പറ്റിയ പുരുഷനായി യോശുവ എന്ന് മതി. ഹല്ലേലൂയ. മൂന്നാമത് യോശുവയെ ദൈവം കണ്ട ക്വാളിറ്റി, യോശുവയെ ദൈവം കണ്ട പ്രധാനപ്പെട്ട അവനിലുണ്ടായിരുന്ന ഒരു സ്വഭാവ സവിശേഷത, അവൻ ദൈവത്തിന്റെ ആത്മാവുള്ളവനായിരുന്നു. ഹല്ലേലൂയ. അവൻ ദൈവത്തിന്റെ ആത്മാവ് പ്രാപിച്ചവനായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ സംഭവം ഇതാണ്. ദൈവം മോശയോട് പറയുന്നു, നീ കാലസമ്പൂർണ്ണമായി മരിക്കും, നീ കനാൻ ദേശം കാണും, പക്ഷെ നീ കൈവശമാക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ, ഹല്ലേലൂയ, തനിക്ക് ശേഷം ആരാണ് കർത്താവേ വരേണ്ടത്, എനിക്ക് ശേഷം ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ ആരാണ് വരേണ്ടതെന്ന് പറയുമ്പോൾ ദൈവം മോശയോട് പറഞ്ഞു കൊടുക്കുക, എന്റെ ആത്മാവ് പ്രാപിച്ച ഒരുത്തനുണ്ട്, അവന്റെ പേര് യോശുവ എന്നാണ്, അവനായിരിക്കും നിനക്ക് ശേഷം ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയ വിശ്വാസികളായ നമ്മോട്, ഹല്ലേലൂയ, ഞാൻ രക്ഷയെപ്പറ്റി നിങ്ങളോട് പറഞ്ഞു, ഞാൻ സ്നാനത്തെപ്പറ്റി ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. ഹല്ലേലൂയ. ഈ അന്ത്യകാലത്തിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കുവാൻ ആത്മീക ലോകത്തിൽ സർവ്വായുധ വർഗ്ഗമെടുത്ത പൈശാചികളോട് അടരാടുവാൻ നമുക്ക് വേണ്ട ഒരേ ഒരു ആയുധം പറയുമോ, പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ആത്മാവ് ഇല്ലാത്തവൻ എനിക്കുള്ളവനല്ല. ഹല്ലേലൂയ. അന്ത്യകാലത്തിന്റെ ഞാൻ സകല ഗണത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരുമെന്നാണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാപിക്കുവാൻ, ഹല്ലേലൂയ, ഏൽപ്പിച്ചു കൊടുക്കുവാൻ എത്ര പേരുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്ന് തരത്തിൽ ആത്മാവുണ്ട്. ആവി എന്താണ്? അവന്റെ ആവി എന്താണ്? മൂന്ന് തരത്തിലുള്ള ആവിയുണ്ട്. എന്താണ്? മനുഷ്യ ആവില്ല. മനുഷ്യാത്മാവ്. മൂന്ന് തരത്തിലുള്ള ആത്മാവുണ്ട്. ഒന്ന് മനുഷ്യാത്മാവ്, രണ്ട് ഇരുളിന്റെ പൈശാചിക ആത്മാവ്, മൂന്ന് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. മനുഷ്യാത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ്. അശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ഇരുളിന്റെ പൈശാചിന്റെ ആത്മാവ്. ഹല്ലേലൂയ. ഈ ഇരുളിന്റെ പൈശാചിക ആത്മാവിന്റെ പ്രത്യേകത അറിയാമോ? ഹല്ലേലൂയ. ഇത് വരുമ്പം അറിയില്ല. കേൾക്കുന്നുണ്ടല്ലോ? ഇത് നമ്മുടെ അകത്തേക്ക് കയറുമ്പം അറിയില്ല, പക്ഷെ പോകുമ്പം ആ ലോകം മൊത്തം അറിയിച്ചിട്ട് പോകും. മനസ്സില്ലേ? പാസ്റ്റർമാരൊക്കെ ബാഗൊക്കെ അടിച്ച് പാട്ട് പാടി പുറത്തു പോകുന്നൊക്കെ പറയുമ്പോൾ അവിടെയുള്ള കസേരയൊക്കെ അടിച്ച്, അവിടെയുള്ള മേശയൊക്കെ അടിച്ച്, അവിടെയുള്ള പായ വലിച്ചു കീറി ഇല്ലേ പോകാനില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ല തോന്നുന്നു. എന്റെ വീട്ടിൽ ഒരുപാട് ആളുകളെ കൊണ്ട് നിർത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ എല്ലാം ഉണ്ടാക്കിയിട്ട് പോകും. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത എന്താ? പരിശുദ്ധാത്മാവ് വരുമ്പോൾ എല്ലാവരും അറിയും. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഒരാൾ പരിശുദ്ധാത്മാവ് പ്രാപിച്ചാൽ അന്ന് അറിയാൻ പറ്റും. എല്ലാവരും അറിയും ആള് പരിശുദ്ധാത്മാവ് പ്രാപിച്ചു. പക്ഷേ അത് ഇറങ്ങിപ്പോകും അറിയില്ല. മനസ്സിലായോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുവാൻ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരോടൊന്നും തോന്നുന്നു. കയ്യൊന്നും നോക്കാൻ ഞാൻ പറയുന്നില്ല. ഹല്ലേലൂയ. പ്രാപിക്കാത്തവരും കൂടെ കാണും. ഹല്ലേലൂയ. പ്രാപിച്ചവരെ കാണും. രണ്ടുപേരോടും കൂടെയുള്ള സന്ദേശമാണ്. ഹല്ലേലൂയ. യോശുവ ദൈവത്തിന്റെ ആത്മാവ് പ്രാപിച്ചവനായതുകൊണ്ടാണ് അവനോട് പറഞ്ഞത്, ഞാൻ ഉന്നെ ഇട്ട് വിലക്കുവതുമല്ലേ, ഞാൻ ഉന്നെ കൈവിടുവതുമല്ലേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ പ്രോമിസ് വേർഡ് നമുക്ക് വേണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നവരാൽ ഇന്ന് രാത്രി നാം മാറണം. ഹല്ലേലൂയ. പ്രാപിച്ചവർ, ഹല്ലേലൂയ, ആരും അറിയാതെ ഇറങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. അത് പുതുക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. പുതിയ ഭാഷകൾ പ്രാപിക്കുന്നവർ, പുതിയ ആത്മാവിനെ പ്രാപിക്കുന്നവർ, ഹല്ലേലൂയ, പുതിയ ഭാഷകളിൽ സംസാരിക്കുന്നവർ, ഹല്ലേലൂയ, അത്ഭുതങ്ങൾ കലശത്തട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് രാത്രി എന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. Kami
21 ദിവസത്തെ പ്രാർത്ഥന കഴിയുമ്പോൾ ആത്മാവ് പ്രാപിച്ചിട്ട് എഴുന്നേൽക്കാവൂ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ട് എഴുന്നേൽക്കാവൂ. പരിശുദ്ധാത്മാവ് പ്രാപിക്കണമെന്ന് പറഞ്ഞ് ഹല്ലേലൂയ ഉപവാസം ഇരിക്കുന്ന നമ്മോടാണ്. ഹല്ലേലൂയ. ആത്മാവ് പ്രാപിച്ചിട്ട് എഴുന്നേൽക്കാവൂ. ഈ 21 ദിവസത്തെ പ്രാർത്ഥന കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ശക്തമായി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഹല്ലേലൂയ, നമ്മുടെ മൺപാത്രം വിശുദ്ധമായിരിക്കണം. ഹല്ലേലൂയ. രണ്ട്, വാഞ്ചകൾ. ഹല്ലേലൂയ. വേണം, ആഗ്രഹവും വേണം. മൺപാത്രം നമ്മൾ വിശുദ്ധരമായിരുന്നാൽ ദൈവം പകരും. ഹല്ലേലൂയ. ദൈവം പകരും. ഹല്ലേലൂയ. ഞാൻ പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നത് ഒരു വലിയ നീച്ചിങ്ങനല്ല. ഹല്ലേലൂയ. സ്നാനപ്പെട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പ്രാപിച്ചത് ഒരു 8 പേർ കൂടിയ വളഞ്ഞിരുന്നിങ്ങനെ പ്രാർത്ഥിക്കുന്ന സഹോദരന്മാർ വളഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയായിരുന്നു. ഹല്ലേലൂയ. ഞാൻ അന്ന് പ്രാപിക്കണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ കിട്ടുമെന്ന് പറഞ്ഞു. അല്ല, ഞാൻ അവിടെ പോയത്. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ടുപോയി. ഹല്ലേലൂയ. 28 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഞാൻ ഇവിടെ ചെന്നു. വെറുതെ ചെന്നതല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിനാൽ നിറച്ചു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ നിറച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിറയ്ക്കുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. വാക്ക് നമുക്ക് പുറകെ വരും. പക്ഷേ പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യം. അതൊരു മുദ്രയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരമുയർത്തി. ഹല്ലേലൂയ. 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 അപ്പോൾ യോശുവയോട് ദൈവം ഈ വാഗ്ദത്ത വചനം പറയുവാൻ മൂന്നാമത്തെ കാരണം യോശുവ ദൈവാത്മാവ് പ്രാപിച്ചവൻ ആയിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. 4 വായിച്ചേ. യോശുവയുടെ പുസ്തകം തന്നെ 23-ാം അധ്യായം അതിന്റെ 6-ഉം 7-ഉം വാക്യം. യോശുവ 23-ാം അധികാരം 6-ഉം 7-ഉം വാക്യം. ഒന്നുകൂടെ ആ ഭാഗം വായിച്ചേ. മതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത്രയേ ഉള്ളൂ. പ്രമാണം വിട്ട് വലത്തോട്ടോ ഇടത്തോട്ടോ മാറരുത്. എന്താണ് അർത്ഥം? ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്താണ് അർത്ഥം? ഹല്ലേലൂയ. നമുക്കൊരു പ്രമാണം ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എന്താണ്? വിശുദ്ധ വേദപുസ്തകം. ഹല്ലേലൂയ. നാം പല കാര്യങ്ങൾക്കും പ്രമാണം വിട്ട് ഇടത്തോട്ടും വലത്തോട്ടൊക്കെ പോകാറുണ്ട്. ഹല്ലേലൂയ. യോശുവയോട് ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ലെന്ന് പറയുവാനുള്ള ആ പ്രോമിസ് വേർഡ് കൊടുക്കുവാനുള്ള 4ാമത്തെ കാരണം അവൻ വേർപാട് അനുഷ്ഠിക്കുന്ന വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. പ്രമാണത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത്, വേദപുസ്തകത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത്, ഹല്ലേലൂയ, ഇന്നത്തെ ന്യൂ ജൻ ആരാധനകൾ, ഇന്നത്തെ ന്യൂ ജൻ പാസ്റ്റേഴ്സ്, ഹല്ലേലൂയ, നമ്മോട് വിവിധ തരത്തിൽ ഉപദേശിച്ചു തരാറുണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെയാകാം, ഹല്ലേലൂയ. പ്രായമുള്ള, ഹല്ലേലൂയ, അഭിഷിക്തന്മാർ പറഞ്ഞിരുന്നത് നമുക്ക് നേരത്തെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച നമ്മോട് പറഞ്ഞിരുന്ന പ്രമാണങ്ങൾ ധാരാളമുണ്ട്. ഈ ബൈബിളിൽ വെളിപ്പെടുത്തി കൊടുത്ത ധാരാളം പ്രമാണങ്ങൾ വായിച്ചിട്ട് അഭിഷിക്തന്മാർ നമുക്ക് പറഞ്ഞിരുന്ന ധാരാളം പ്രമാണങ്ങളുണ്ട്. പക്ഷേ ഹല്ലേലൂയ, ചില കാര്യങ്ങൾ വരുമ്പോൾ, ഹല്ലേലൂയ, വേറൊരാൾ പറയും ഇങ്ങനെയും പോകാം, ഹല്ലേലൂയ, ഇങ്ങനെയും നടക്കാം, ഹല്ലേലൂയ, ഇങ്ങനെയും ചെയ്യാം, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനത് എടുത്തു പറയുന്നില്ല, നിങ്ങൾക്കത് വിഷമമായി പോകും. ഹല്ലേലൂയ. ഇങ്ങനെയും സ്നാനമെടുക്കാം, ഹല്ലേലൂയ, കടത്തും പോകും, ഹല്ലേലൂയ, ഇങ്ങനെയും തിരുവത്താഴമെടുക്കാം. വിവിധ തരത്തിലാണ് ഉപദേശം. ഹല്ലേലൂയ. എന്ത് ഉപദേശമായാലും യോശുവയോട് ദൈവം പറയുക, നീ ഈ പ്രമാണം വിട്ട് വലത്തോട്ടും പോകരുത്, ഇടത്തോട്ടും പോകരുത്. ഹല്ലേലൂയ. ഇവിടുത്തെ കോൺടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ യോശുവ വയസ്സായി. ഹല്ലേലൂയ. യോശുവ മോശയോട് അവിടെ നിന്ന് ഇറങ്ങിത്തിരിക്കുമ്പോൾ നല്ല ചുറുചുറുക്കുള്ള യുവാവായിരുന്നു. ഹല്ലേലൂയ. ഒരു 18-19 വയസ്സുള്ള നല്ല യുവാവ്
വന്നപ്പോ അവസാനം എത്തിയപ്പോൾ 110 വയസ്സാകുമ്പോഴാണ് യോശുവ മരിക്കുന്നത്. അതിന് തൊട്ട് മുൻപ് അവൻ ജനത്തോട് പറയുക, പ്രിയപ്പെട്ടവരെ, ഞാൻ ഇതുവരെ നടന്നു വരാൻ കാരണമെന്നറിയാമോ? ഇതുവരെ ദൈവം എന്നെ നടത്തിയതിന് കാരണമെന്നറിയാമോ? ഇതുവരെ എന്നെ ദൈവം പിടിപ്പിച്ചതിന് കാരണമെന്നറിയാമോ? ഇതുവരെ ഞാൻ വിചാരിക്കാത്ത സ്ഥലത്ത് ദൈവം കൊണ്ട് എത്തിച്ചതിന് കാരണമെന്നറിയാമോ? ഹല്ലേലൂയ. പ്രമാണം വിട്ട് വലത്തോട്ടും പോയില്ല, ഇടത്തോട്ടും പോയില്ല. ഹല്ലേലൂയ. വേർപാട് അനുഷ്ഠിക്കുന്നവരായി മാറണം പെന്തക്കോസ്ത് വിശ്വാസികൾ. ഹല്ലേലൂയ. വേർപാട് അനുഷ്ഠിക്കുന്നിടത്ത്, ഹല്ലേലൂയ, വിശുദ്ധിയുള്ളിടത്ത് ആത്മാവ് ഇറങ്ങി. നമ്മൾ നേരത്തെ പറഞ്ഞ പരിശുദ്ധാത്മാവുണ്ടല്ലോ, അത് വരണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ വേർപാട് അനുഷ്ഠിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ, ഹല്ലേലൂയ, വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന വേർപാട്, ഈ വലത്തോട്ടം കൊണ്ട ഇടത്തോട്ടം കൊണ്ട ഏത് ഉപദേശം കേട്ടാലും, ഈ കാലഘട്ടത്തിൽ എന്തെല്ലാം ഉപദേശം നമ്മൾ കേൾക്കുന്നുണ്ട്, ഏത് ഉപദേശം കേട്ടാലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്. ഹല്ലേലൂയ. പല സ്ഥലത്തിൽ പല ആരാധനകൾ നടക്കും. ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് ആരാധന തന്നിട്ടുണ്ട്, ദൈവം നിങ്ങൾക്ക് അഭിഷേകം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞു ഈ പ്രമാണത്തിൽ എന്തുണ്ട്? ഹല്ലേലൂയ. അത് നിങ്ങൾ പഠിക്കണം, അത് നിങ്ങൾ അനുസരിക്കണം. അനുസരിച്ചാൽ ഞാൻ എന്നെ കൈവിടുവതില്ലേ, എന്നെ വിട്ട് നിലനിൽക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രമാണം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്. വേർപാട് അനുഷ്ഠിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ യോശുവയെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ അവിടെ ഒരുപാട് ഇതിനേക്കാൾ നല്ല നല്ല ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പുരോഹിതന്മാർ, മോശയുടെ കുടുംബത്തിൽ തന്നെയുള്ള ആളുകൾ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം എഫ്രൈം ഗോത്രത്തിൽ നിന്ന് കണ്ടത് യോശുവയായിരുന്നു. എന്നറിയാമോ? ഹല്ലേലൂയ. അത്രയ്ക്ക് ഇഷ്ടമായ ദൈവത്തിന് യോശുവയെ. ഹല്ലേലൂയ. കാരണം എന്നറിയാമോ? ഹല്ലേലൂയ. നമ്മൾ എന്തെല്ലാം ക്വാളിറ്റി പഠിച്ചു? ഹല്ലേലൂയ. അവൻ ദൈവത്തോട് ചേർന്നിരിക്കുന്നവൻ. ഹല്ലേലൂയ. ദൈവത്തോട് കൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്നവൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവുള്ളവൻ. ഹല്ലേലൂയ. വേർപെട്ട് ജീവിക്കുന്നവരായിരുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ 2025 ഈ ലോകത്തിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, യുവാക്കളെ, ഹല്ലേലൂയ, നിങ്ങളോടാണ്, ഹല്ലേലൂയ, വേർപാട് അനുഷ്ഠിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഹല്ലേലൂയ. 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 എല്ലാത്തിലും വേർപാട് അനുഷ്ഠിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സ് ഒന്നും, ഹല്ലേലൂയ, ലാപ്ടോപ്പ് ആകട്ടെ, അത് മൊബൈൽ ഫോൺ ആകട്ടെ, അത് ടാബ് ആകട്ടെ, എന്താണെങ്കിലും, ഹല്ലേലൂയ, വേർപാട് വിട്ട്, ഹല്ലേലൂയ, വേർപാട് അനുഷ്ഠിക്കുന്നവരായി മാറണം. അകത്തേക്ക് ഞാൻ കടക്കുന്നില്ല. ഹല്ലേലൂയ. അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. ഹല്ലേലൂയ. ഒരു വാക്യം വായിച്ചേ. ഹല്ലേലൂയ. വേർപാടിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വാക്യം നമ്മൾ വായിച്ചേ. ഹല്ലേലൂയ. പ്രോവർബ്സ് എന്ന് പറഞ്ഞാൽ നീതിമൊഴികൾ. നീതിമൊഴികൾ 6-ാം അധികാരം 16 മുതൽ 9 വരെ. കുറച്ച് കുറച്ച് വായിക്കണേ. 6-ാം അധികാരം 16 മുതൽ 19 വരെ. ആ ആ അതാണ് ഇല്ല. ആ ആ ആ ഒന്നെന്താണ്? 6 കാര്യം വായിച്ചേ. 6 കാര്യം കർത്തർ നിൽക്കുക. 7 കാര്യങ്ങൾ കർത്തർക്ക് അരുവരുപ്പാണത്. 1, മേന്മയാണ് കണ്ണ്. വേർപാടിന്റെ അർത്ഥമാണ് വരുന്നത് കേട്ടോ. ഹല്ലേലൂയ. ഗർഭമുള്ള കണ്ണ്. ഹല്ലേലൂയ. എന്റെ മക്കളെക്കാൾ ആദ്യം നന്നായിട്ട് പാടി, എന്റെ മക്കളെക്കാൾ ആദ്യത്തിന് നല്ല മാർക്കുണ്ട് വേണ്ട. ഹല്ലേലൂയ. എല്ലാ മക്കളെയും ഒരുപോലെ കാണുന്ന കണ്ണ് വേണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും ഒരുപോലെ കാണുന്ന കണ്ണ്. എന്നെക്കാൾ ഇപ്പോ നമ്മളിപ്പോ സാധാരണ വീടൊക്കെ വയ്ക്കും അല്ലേ? എന്നെക്കാൾ അപ്പുറത്തെ വീട് ഒരു നില കൂടെ പൊങ്ങിയിരിക്കുന്നു, എന്റെ വീടിനേക്കാൾ 2 നില പൊങ്ങി. ഗർവമുള്ള കണ്ണ് വേണ്ട. ദൈവം വെറുക്കുന്ന 7 കാര്യങ്ങളാണ്. വേർപാടിനകത്ത് വരുന്ന ഗർവമുള്ള കണ്ണ്, പൊയ്നാവ്, വ്യാജമുള്ള നാവ്. ഇവിടെ ഉള്ളവരെല്ലാം നല്ല സ്വഭാവമുള്ളവരാണ്. എനിക്കറിയാമെന്ന് ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഞങ്ങളുടെ കേരളത്തിൽ ഉണ്ട് ഇങ്ങനെ. എങ്ങനെ? വ്യാജമുള്ള നാവ്. വാ തുറന്നാൽ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളാ പറഞ്ഞത്, വാ തുറന്നാൽ സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. ഹല്ലേലൂയ. വാ തുറന്നാൽ സത്യമേ പറയാവൂ. ഹല്ലേലൂയ. 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 പാസ്റ്റർ ചോദിക്കും, ബുധനാഴ്ച സഹോദരനെ ആലയത്തിൽ കണ്ടില്ലല്ലോ. പാസ്റ്റർ എവിടെ വെച്ച് കണ്ടിട്ട്
കണ്ടിട്ടാണ് ചോദിച്ചത്. കളിക്കവിടെ വെച്ച് കണ്ടിട്ടാണ് പാസ്റ്റർ ചോദിച്ചത്, നിങ്ങളെ ബുധനാഴ്ച ആരാധനാലയത്തിൽ കണ്ടില്ലല്ലോ, എവിടെ പോയിരുന്നു? ഒറ്റയടിക്ക് പാസ്റ്ററിന്റെ അടുത്താണ്, ഒറ്റയടിക്ക്. ഞാൻ തിരുവനന്തപുരത്ത് ഒരു ആവശ്യത്തിന് പാസ്റ്റർ എവിടെ വെച്ച് കണ്ടു? കളിക്കൽ വെച്ച് കണ്ടു. അതുകൊണ്ടാണ് ചോദിച്ചത് പാസ്റ്റർ. പോയി കാണും, നമുക്ക് വേണ്ട. ഹല്ലേലൂയ. നിസ്സാര കാര്യത്തിന് പോലെ കള്ളം പറയാം. സത്യം പറഞ്ഞേ. ഹല്ലേലൂയ. എന്താ പ്രശ്നം? ഹല്ലേലൂയ. ഒരു പ്രശ്നമില്ല. ഹല്ലേലൂയ. സത്യം പറഞ്ഞേ. ഹല്ലേലൂയ. എല്ലാവരോടും സത്യം പറഞ്ഞേക്കേ. ഹല്ലേലൂയ. അപ്പോ ഒന്ന്, ഗർഭമുള്ള കണ്ണ്, വ്യാജമുള്ള നാവ്, രക്തം സിന്ധം കൈ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ അതിനെക്കുറിച്ച് വിവരിക്കുന്നില്ല. അടുത്തത് ദുരാലോചന സ്ഥിതിക്കുന്ന ഹൃദയം. അടുത്തത് ദോഷത്തിന് ഓടുന്ന കാല്. ഹല്ലേലൂയ. അവൻ ഇന്ന് ശരിയാക്കിയിട്ട് ഞാൻ പോകുന്നു പറഞ്ഞ് ഓടാൻ കാലുണ്ട്. ഹല്ലേലൂയ. അടുത്ത പൊയ്സാക്ഷി, കള്ളസാക്ഷി പറയുന്നത്. അടുത്ത എന്നതുകൊണ്ട് കണ്ടുகிறது വിരോധത്തെ, മലയാളത്തിലാണ് നല്ല വാക്ക്, വഴക്കുണ്ടാക്കുക. ഹല്ലേലൂയ. ഇവിടെ ആരും വഴക്കുണ്ടാക്കുന്നവരില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഹല്ലേലൂയ. അമ്മായിയമ്മ മരുമകൾ. ഹല്ലേലൂയ. നിങ്ങൾ മക്കളും അമ്മയും പോലെ നല്ല വഴക്കില്ലാത്തവരായി ഇരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അമ്മാവിയമ്മയെ സ്വന്തം അമ്മയെ കാണും. ഹല്ലേലൂയ. മരുമകളെ സ്വന്തം മകളായി കാണാം. ഹല്ലേലൂയ. അമ്മായിയപ്പനെ സ്വന്തം അപ്പനായി കാണണം. മരുമകനെ സ്വന്തം മകനായി കാണണം. മരുമകളെ സ്വന്തം മകളായി കാണണം. ഹല്ലേലൂയ. തീർന്ന പ്രശ്നം. ഹല്ലേലൂയ. പോയി നാവ് വേണ്ട. ഹല്ലേലൂയ. കള്ള സാക്ഷി നമുക്ക് വേണ്ട. ഹല്ലേലൂയ. വ്യാജത്തിന് പോകുന്ന കൈ നമുക്ക് വേണ്ട. ഹല്ലേലൂയ. കള്ള സാക്ഷി പറയുന്ന അവസ്ഥ നമുക്ക് വേണ്ട. ഹല്ലേലൂയ. വഴക്കുണ്ടാക്കുന്ന അവസ്ഥ നമുക്ക് വേണ്ട. വേർപാട് അനുഷ്ഠിക്കുവിൻ. ഹല്ലേലൂയ. ബൈബിളിൽ ഒരുപാട് വാക്യങ്ങളുണ്ട്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ പഠിച്ചാൽ ജോസഫ്, ഹല്ലേലൂയ, വേർപാടിന് വേണ്ടി നിന്ന ഒരു വ്യക്തിയായിരുന്നു ജോസഫ്. ഹല്ലേലൂയ. തന്റെ അടുത്ത് പാപം അടുത്തു വന്നപ്പോൾ, തന്റെ മുന്നിൽ പാപം അടുത്തു വന്നപ്പോൾ, ഹല്ലേലൂയ, വിട്ടറിഞ്ഞിട്ട് അവൻ ഓടി. ഹല്ലേലൂയ. പാപത്തിൽ നിന്ന് വിലകുവാൻ വേണ്ടി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശരീരത്തെ വിട്ടുകൊടുക്കുവാതിരിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. പാപത്തിൽ നിന്ന് അവൻ വിലകി ഓടി ജോസഫ്. ഹല്ലേലൂയ. 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 മോശ പാപത്തിന്റെ താൽക്കാലിക ഭോഗങ്ങളെ വേണ്ടെന്ന് വെച്ചിട്ട് തന്റെ ജനത്തോടു കൂടിയുള്ള കഷ്ടത തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ഇയ്യോബ് പറയുക, ഞാൻ എന്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാഴ്ചയിലൂടെയാണ് എല്ലാ പാപങ്ങളും അകത്തേക്ക് കിടക്കുന്നത്. ഹല്ലേലൂയ. കണ്ണിലൂടെയാണ് എല്ലാ പാപങ്ങളും അകത്ത് കിടക്കുന്നത്. ഹൗവ പഴം കണ്ടു, അവൾക്ക് കണ്ണിന് ഇനിമയായി തോന്നി. കണ്ണാണ് പാപമുള്ളിലേക്ക് വന്നത്. ഹല്ലേലൂയ. കാഴ്ചയാണ് പാപമുള്ളിൽ പോകുവാൻ പലതിനും കാരണം. വേർപാട് അനുഷ്ഠിക്കുവാൻ പലതിനും തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ കണ്ണാണ്. പറഞ്ഞ് കണ്ണിനൊന്നും ചെയ്തു കളയരുത്. ഹല്ലേലൂയ. കണ്ണ് വേണം നമുക്ക്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പക്ഷെ കണ്ണിൽ നിന്ന് നിയമം ചെയ്ത് നിയന്ത്രിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. വേർപാട് അനുഷ്ഠിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് മുതൽ കർത്താവേ, ഞാൻ വേർപെട്ട വ്യക്തിയാണ് എന്ന് മറ്റുള്ളവർ നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയണം. ഹല്ലേലൂയ. സഭ എന്ന വാക്കിന്റെ ഗ്രീക്ക് പദം എക്ലീസിയ. നമുക്കറിയാം, നിങ്ങൾക്കെല്ലാം അറിയുന്നവരാണ്. ഗ്രീക്കും റോമനും ഹീബ്രു ഒക്കെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നില്ല. ഹല്ലേലൂയ. സഭ എന്ന വാക്കിന്റെ ഗ്രീക്ക് പദം എക്ലീസിയ. എക്ലീസിയ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയാമോ? വിളിച്ച് വേർതിരിക്കപ്പെട്ടവർ. ഹല്ലേലൂയ. അതാണ് നമ്മൾ. ഹല്ലേലൂയ. വിളിച്ച് വേർതിരിക്കപ്പെട്ട കൂട്ടമാണ് നമ്മൾ. പിന്നെ നമ്മുടെ ഈ ലോകത്ത് നമ്മൾ പല സഭകളുടെ പേരുകൾ പറയുന്നു. നിങ്ങളുടെ സഭയുടെ പേരാണ് ക്രൈസ്റ്റ് റിവൈവൽ ചർച്ച്, പെന്തക്കോസ്റ്റ് ചർച്ച്, പലതരത്തിൽ AG, IPC, ഇങ്ങനെ പല പേരുകൾ പറയുന്നു. പക്ഷേ നമ്മുടെ എല്ലാം മൊത്തത്തിലുള്ള പേരെന്ന് പറയാമോ? വിളിച്ച് വേർതിരിക്കപ്പെട്ടവർ. ഹല്ലേലൂയ. രക്തത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവർ. ഹല്ലേലൂയ. ആ ബോധം എവിടെ പോയാലും എന്ത് ചെയ്താലും ജോഷുവിനോട് ദൈവം പ്രോമിസ്ഡ് പറയുവാൻ കാരണം അറിയാമോ? അവൻ വേർപാട് അനുഷ്ഠിക്കുന്നവനായിരുന്നു. പ്രമാണത്തിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ വേർപാട് അനുഷ്ഠിക്കുന്ന വ്യക്തിയായിരുന്നു ജോഷുവ. ഹല്ലേലൂയ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സമയം ഓടിപ്പോകുന്നുണ്ട്. വായിച്ച അവസാനത്തെ ജോഷുവയുടെ ക്വാളിറ്റി. ജോഷുവയുടെ പുസ്തകം 5-ാം അധ്യായം 14-ാമത്തെ വാക്യം. 5:14. മതി, അതൊന്നുകൂടെ വായിക്കുന്നത് കേൾക്കുന്നില്ല.
അവൻ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ഹല്ലേലൂയ. അർത്ഥം അറിയാമോ? ഹല്ലേലൂയ. അവിടുത്തെ സംഭവം ഇതായിരുന്നു. ഹല്ലേലൂയ. യെരിഹോ പട്ടണത്തെ ഇവർ സ്തുതി കൊണ്ട് തകർത്തിട്ടു. നിങ്ങൾക്കറിയാം, ഞാൻ ശബ്ദം പറയുന്നില്ല. യെരിഹോ പട്ടണത്തിന് ചുറ്റും സ്തുതി കൊണ്ട് സഞ്ചരിച്ച് തള്ളിയിട്ടു. യെരിഹോ പട്ടണം വലുതായിരുന്നു, അതിന് കോട്ടയെ തകർക്കാൻ വലിയ പ്രയാസമായിരുന്നു. പക്ഷെ ദൈവം ഇറങ്ങി സ്തുതിച്ചപ്പോൾ തകർത്തു. തൊട്ടടുത്ത് ഹായ് എന്ന് പറഞ്ഞൊരു ചെറിയ പട്ടണം ഉണ്ടായിരുന്നു. കുറച്ചാളുകൾ, ചെറിയ പട്ടണം. പക്ഷേ അവിടെ പോയപ്പോൾ തോറ്റു. ഇസ്രായേൽ ജനം തോൽവി അനുഭവിച്ചു. ഹല്ലേലൂയ. തോറ്റപ്പോൾ, പ്രതിസന്ധി വന്നപ്പോൾ, പ്രയാസം വന്നപ്പോൾ, തോറ്റപ്പോൾ യോശുവ ചെയ്ത കാര്യമാണ് അവിടെ പറഞ്ഞത്. അവൻ സാഷ്ടാംഗം ദൈവസന്നിധിയിൽ വീണു. ഹല്ലേലൂയ. നിരാത്രിയെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, യോശുവയുടെ 5ാമത്തെ ക്വാളിറ്റി എന്നറിയാമോ? അവൻ പ്രതിസന്ധി വരുമ്പോൾ ദൈവസന്നിധിയിൽ ചെന്ന് വീഴും. ഹല്ലേലൂയ. നമ്മളാണെങ്കിൽ ഓടി ചെന്ന് തൊഴിലുറപ്പിന്റെ ഏഡിയസിനോട് പറയും, ഒരാളുടെ തൊഴിലുറപ്പൊന്നുമില്ല, തൊഴിലുറപ്പ് സാധിക്കവിടെ തമിഴിലേക്ക് അതുണ്ടാ ഉണ്ടാ അതിലെ ഏഡിയസ് ഉണ്ടാ ഉണ്ട്. നമുക്കൊരു പ്രതിസന്ധി വന്നാൽ, നമുക്കൊരു പ്രയാസം വന്നാൽ ഓടിച്ച ആരെന്ന് പറയും? അപ്പുറത്തെ വീട്ടിലെ ആളുകൾ പറയും, നീ അറിഞ്ഞ ഇങ്ങനെയാണ് എന്റെ പ്രതിസന്ധി, ഇങ്ങനെയാണ് എന്റെ പ്രയാസം. നമ്മൾ പറഞ്ഞ് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പേ ഈ നമ്മൾ പറഞ്ഞ കാര്യം ഈ ലോകം മൊത്തം അറിയും. അല്ലേ? അങ്ങനെയൊക്കെ ചിരിക്കുന്നുണ്ട്. അമ്മമാർക്ക് മനസ്സിലായി, ചിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. യോശുവ എന്തെന്നറിയാമോ? തോറ്റു. എന്തായാലും തോറ്റു. ചെറിയ പട്ടണത്തെ പിടിക്കാനാണ് പോയത്. വലിയ യെരിഹോ കോട്ടയെ തള്ളിയിട്ടു. സ്തുതിയാൽ, ഹല്ലേലൂയ, ആരാധനയാൽ യെരിഹോ പട്ടണത്തെ തകർത്ത് കളഞ്ഞു, എല്ലാം ചെയ്തു. പക്ഷേ ചെറിയ പട്ടണത്തെ പിടിക്കാൻ പോയപ്പോൾ പറ്റില്ല. തളർന്നു പോയി, വേദനിച്ചു പോയി. അവൻ ദൈവസന്നിധിയിൽ ചെന്ന് സാഷ്ടാംഗം വീഴുകയാണ്. എന്നറിയാമോ? ഞാനിനി എന്ത് ചെയ്യണം കർത്താവേ? ഹല്ലേലൂയ. ഞാനിനി എന്ത് ചെയ്യണം കർത്താവേ എന്ന ചോദ്യമായി സാഷ്ടാംഗം വീഴുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവസന്നിധിയിലാണ് നമ്മുടെ പരാതി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. വേറെ ആരോടെന്ന് പറയുന്നത്. ഹല്ലേലൂയ. മനുഷ്യരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. വ്യക്തികളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് നാളെ പാസ്റ്റർ പറയാതിരിക്കട്ടെ. 10ാം ദിവസം വന്ന പാസ്റ്റർ പറഞ്ഞു മനുഷ്യരോട് എന്ന് പറയുന്നു, അതുകൊണ്ട് പാസ്റ്റർ അടുത്ത് നമ്മൾ പറയില്ല. ഇങ്ങനെയല്ല. പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്. ഹല്ലേലൂയ. അദ്ദേഹത്തോട് പ്രാർത്ഥനയ്ക്കായി പറയണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത്, ഹല്ലേലൂയ, നമ്മൾ ഓടിച്ചെന്നൊരു വ്യക്തിയോട് പറഞ്ഞതുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കണമെന്നില്ല. ഹല്ലേലൂയ. ആ വ്യക്തി എല്ലാവരും എന്ന് പറയും, നീ അറിഞ്ഞോ, നീ അറിഞ്ഞോ, നീ അറിഞ്ഞോ എന്ന് പറഞ്ഞ് എല്ലാവരോടും എന്ന് പറഞ്ഞോളൂ. ഹല്ലേലൂയ. നാളെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാതാവും. പക്ഷേ നീ ദൈവത്തോട് എന്ന് പറഞ്ഞു നോക്ക്. ഹല്ലേലൂയ. പ്രാർത്ഥന മുറിയിൽ നീ മുട്ടലിൽ നിന്ന് ബൈബിൾ തുറന്നു വെച്ച് ഒരു അധ്യായം വായിച്ചു, കർത്താവേ എന്റെ പ്രതിസന്ധി ഇതാണ്, എന്റെ മക്കളുടെ വിഷയത്തിൽ തന്നെ ഞാൻ വേദനിക്കുന്നു, ഭാവി കാണാൻ നിവർത്തിയില്ലാതെ ഞാൻ വേദനിക്കുന്നു കർത്താവേ, എന്റെ ശരീരത്തിലെ രോഗം ഇതാണ്, വർഷങ്ങൾ കൊണ്ട് ഓപ്പറേഷൻ ഇരിക്കപ്പെട്ടവനാണ് ഞാൻ വേദനിക്കുന്നുണ്ട്, ആരോടും പറയാതെ കൊണ്ടു നടക്കുന്ന ചില വ്യാധി എന്റെ ശരീരത്തിലുണ്ട് കർത്താവേ എന്ന് പറഞ്ഞ് മുട്ടിൽ നീ ദൈവത്തോട് കരഞ്ഞു നോക്ക്. വിടുതലുണ്ടാകും. വിടുതലുണ്ടാകും. ഞാൻ അനുഭവസ്ഥനാണ്. ഹല്ലേലൂയ. ഞാൻ അനുഭവസ്ഥനാണ്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഹല്ലേലൂയ. മനുഷ്യരോട് പറയുന്നതിനേക്കാൾ നീ ദൈവത്തോട് പറഞ്ഞു നോക്ക്. പലതിനും നടപടി ഉണ്ടാകും. ഹല്ലേലൂയ. പലതിനും വിടുതലുണ്ടാകും. യോശുവയോട് ദൈവം പറയുക, ഞാൻ നിന്നെ കൈവിടുന്നതല്ലേ, ഞാൻ നിന്നെ വിട്ട് വിലക്കുവതുമില്ലേ. എന്താ കാരണം? യോശുവയ്ക്ക് ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. അവൻ എന്ത് വന്നാലും അവൻ മനുഷ്യരോടൊന്നും പറയത്തില്ല. ഓടിച്ചത് ദൈവസന്നിധിയിൽ ഒട്ടുമടക്കും. ഹല്ലേലൂയ. രാത്രി, ഹല്ലേലൂയ, ഈ വാഗ്ദത്ത വചനം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, ഹല്ലേലൂയ, ഈ വാഗ്ദത്ത വചനം നമ്മുടെ ജീവിതത്തിൽ നിറവേറണമെങ്കിൽ, ഹല്ലേലൂയ, 5 ക്വാളിറ്റീസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. യോശുവയ്ക്കുണ്ടായിരുന്ന 5 ക്വാളിറ്റീസ്, അത് ഇന്ന് രാത്രി ഞാൻ സ്വീകരിക്കുവാൻ തയ്യാറാകുന്നു കർത്താവേ. ഹല്ലേലൂയ. വേർപെട്ടവരായി ജീവിക്കുവാൻ, ആശ്രയിപ്പ് കൂടാരത്തെ വിട്ട് വിലകാമൽ, ദൈവ സാന്നിധ്യം വിട്ട് വിലകാമൽ ജീവിക്കുവാൻ, വേർപെട്ടവരായി, ഹല്ലേലൂയ, മനുഷ്യരെക്കാൾ ദൈവത്തെ വലിയവനായി കാണുന്ന വ്യക്തിയായി മാറുവാൻ, ഹല്ലേലൂയ, എന്ത് പ്രതിസന്ധി വന്നാലും ദൈവസന്നിധി മുട്ടുമടക്കുന്നവനായി മാറുവാൻ ഇന്ന് രാത്രി ഞാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്നവർ ദൈവസന്നിധി എഴുതി നൽകാം. ഹല്ലേലൂയ. രാത്രി, ഹല്ലേലൂയ, ദൈവമാണ് നമ്മോട് സംസാരിച്ചതെന്ന് ബോധ്യമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളെക്കാൾ ഒരു ഇളയ വ്യക്തിയാണ് ഞാൻ, ചിലപ്പോൾ ഒരു ഇളയ സഹോദരനായിരിക്കാം ഞാൻ,
പ്രത്യാരിക്കാനെങ്കിലും ദൈവമാണ് എന്നോട് സംസാരിച്ചത് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ രാത്രി സമർപ്പിച്ചു കൊടുത്തേ. രാത്രി ദൈവത്തിന് സമർപ്പിച്ചു കൊടുത്തേ. കർത്താവേ, എന്നോടാണ് സംസാരിച്ചത്. യോശുവയുടെ കാര്യം പറഞ്ഞെങ്കിലും അത് എന്നോടാണ് സംസാരിച്ചത്. കർത്താവ്, ദൈവം എന്നോട് ഇടപെട്ടത്. ഞാൻ കൂടാരത്തെ വിട്ട് പിരിയാത്തവനായിരിക്കുവാൻ, ദൈവ സാന്നിധ്യം വിട്ട് പിരിയാത്തവനായിരിക്കാൻ കടകടച്ച് എല്ലാവരും കണ്ണടച്ച് ആരും കണ്ണു തുറക്കരുത്. ആശ്രയിപ്പ് കൂടാരത്തെ വിട്ട് വിലകാമൻ ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുന്നവനായി മാറുവാൻ, ദൈവത്തെ വലുതായി കാണുവാൻ, ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചവനായി മാറുവാൻ, പ്രമാണത്തെ വിട്ട് വലത്തോട്ടോ ഇടത്തോട്ടോ മാറാത്തവനായി ഇരിക്കുവാൻ, പ്രതിസന്ധി വരുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുവാൻ എന്നെ ഇടയാക്കണമേ എന്ന് ദൈവത്തിൽ സമർപ്പിച്ചു കൊടുത്തു. അല്പനേരം കരയുന്നവർക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയാണ് ആവശ്യമുള്ളത്. നിങ്ങൾ കൈയടിക്കും ആരാധിക്കും ഒക്കെ ശരിയാണ്. പക്ഷേ ദൈവം നിങ്ങളുമായി നേരിട്ട് ഒരു നിമിഷം ഒരു എൻകൗണ്ടർ കർത്താവേ, മുഖാമുഖമായി ഞാൻ അങ്ങയോട് സംസാരിക്കുന്ന കർത്താവേ, മുഖമുഖമായി ഞാൻ അങ്ങയോട് സംസാരിക്കുന്ന കർത്താവ്, രാത്രി എന്നെ ഈ കേട്ട തിരുവല്ല പ്രകാരം ജീവിക്കുവാൻ ഇടയാക്കണമേ. ഞാൻ എന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുമില്ല. ആ വാഗ്ദത്ത വചനം എന്റെ ജീവിതത്തിൽ നിറവേറണമെങ്കിൽ പ്രാർത്ഥിച്ച് ശബ്ദം ഉയരട്ടെ. നിങ്ങളുടെ ശബ്ദം ഉയർന്നു വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാര്യങ്ങളെ കണ്ടതിനേക്കാൾ ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവേ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണമെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കുക. കർത്താവേ, എന്നോട് സംസാരിച്ച മതിയാകും. ഇന്ന് കേട്ട തിരുവചനത്തിന് പ്രകാരം രാത്രി ഞാൻ ഓർക്കുമ്പോഴെങ്കിലും എന്നോടൊരു എൻകൗണ്ടർ, ദൈവിക ദൂതന്റെ ഒരു എൻകൗണ്ടർ ഉണ്ടാകും. കർത്താവേ, അങ്ങയിൽ ആശ്രയിച്ച് ജീവിക്കുന്നവനായി മാറുവാൻ, അങ്ങയിൽ മാത്രം ആശ്രയിക്കുവാൻ, അങ്ങയെ വലുതായി കാണുവാൻ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നവരായി മാറുവാൻ, ദൈവത്തെ വലുതായി കാണുവാൻ, രക്ഷയെ വലുതായി കാണുവാൻ, ഞാൻ സ്നാനമെടുക്കുന്ന വിഷയങ്ങൾ, ദൈവിക വേർപാട് അനുഷ്ഠിക്കുന്ന വിഷയങ്ങൾ, അതെല്ലാം ഞാൻ വ്യത്യസ്തമായി കാണുവാൻ. ഓ, നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു. പ്രാർത്ഥിച്ചേ, എല്ലാവരും പ്രാർത്ഥിച്ചേ. വിടരുത് പ്രാർത്ഥിച്ചേ. കർത്താവേ, രാത്രി വാഗ്ദത്തങ്ങൾ എനിക്കുള്ളവയാണ്. അതെന്റെ കയ്യിലുള്ള ദൈവം കരമണിയുന്നു. വാഗ്ദത്തങ്ങൾ യേശുവിനുള്ളിൽ